Hello guys, once again welcome back. എന്നൊന്നും ഞാൻ പറയണില്ലടാ. എല്ലാവരും വാടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. എന്തൊക്കെയാടാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര സുഖമായിട്ടിരിക്കുന്നു. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ട്, അതിന് റിപ്ലൈ തരുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഐ ആം വെരി ഹാപ്പി. എനിക്കതിന് ഉത്തരം തരാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എന്താക്കി ഇപ്പോൾ ഓണ എക്സാമിൻ്റെ ഓട്ടപ്പാച്ചിലായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, നമ്മളെ ടെലിഗ്രാം പേജിൽ 2022, 2023, 2024, 2025 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ടെലിഗ്രാം പേജിലിട്ടുണ്ട്. അതിലെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീയും കൂടി ഞാൻ അതിലിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ഒഫീഷ്യൽ ആൻസർ കീ സെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചു, ഈ പാരലലോഗ്രാഫ് വെക്ടർ അഡിഷൻ്റെ ഡിറൈവ് ദ പാരലൽ ആ സാധനം ചോദിച്ചു, ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അതെങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. അതിന് ഫിഗറിന് ഇത്ര മാർക്ക്, അതിലെ തിയറിക്ക് ഇത്ര മാർക്ക്. ഇപ്പോൾ ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് കിട്ടും, തിയറി എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും, അതിൻ്റെ ബാക്കി 2-3 പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കിട്ടും. അതൊക്കെ കറക്റ്റ് നിങ്ങൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് കിട്ടും എന്നുള്ളത് കറക്റ്റ് ഒഫീഷ്യൽ ആൻസർ കീഴിലുണ്ടാവും. സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ, ഈ നിങ്ങളിപ്പോൾ ഓണ എക്സാമിൻ്റെ തിരക്കിയിരിക്കില്ലേ, അപ്പോൾ ഈ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഓണ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ടൈപ്പ് സാധനം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ടൈപ്പ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഒന്നും ആയിരിക്കില്ല ചോദിക്കുക, നിങ്ങൾക്ക് വേണം കുറഞ്ഞ് വളഞ്ഞ് മൂക്ക് കുടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സിലബസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്, സിലബസ് ഇല്ലല്ലോ, നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്കിനൊക്കെ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബട്ട് അതൊന്നും നോക്കണം, നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ അതൊന്ന് പോയി ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താക്കുക, നന്നായി പഠിക്കുക. സോ നമുക്ക് എന്താക്കുക, ഇന്നത്തെ വീഡിയോയിലേക്ക് ആർക്കൊക്കെ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് കണ്ടവർ, ബിക്കോസ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കാം എന്താ നോക്കാം, യെസ്, നമുക്ക് റീക്യാപ്പ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലാണ് എന്തൊക്കെ എടുത്തടാ, വെക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു, സ്കേലാസ് എന്താന്ന് പറഞ്ഞു, ഞാൻ ജസ്റ്റ് എഴുതുന്ന കേട്ടോ. വെക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു, സ്കേലാസ് എന്താന്ന് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു, ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, ഓ മൈ ഗോഡ്, പാരലൽ ഷിഫ്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു. ഇത് ഞാൻ ഒരിക്കലും ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കാണെന്നൊന്നും പറയണില്ല. ബട്ട് ഇതിൽ നിന്ന് ഈ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്നൊക്കെ എന്തായിട്ട് വിട്ടു, ഈ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്നൊക്കെ എന്ത് ചോദിക്കലുണ്ട്, എന്താണ് യൂണിറ്റ് വെക്ടർ, എന്താണ് നൾ വെക്ടർ, എന്താണ് കോപ്ലാനർ വെക്ടർ, എന്താണ് കൊളീനിയർ വെക്ടർ, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതിന് എക്സാമ്പിളൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് ഈ പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളില്ലാണ്ട് നിങ്ങൾ പാർട്ട് 2ലേക്ക് വന്നിട്ടും പാർട്ട് 3ലേക്ക് വന്നിട്ടും നിങ്ങൾ അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പോയിട്ടും ഒരു കാര്യമില്ല. കാരണം ഇതാണ് പക്കാ ബേസിക്സ്. ഇത് നന്നായിട്ട് എന്താക്കടാ പഠിക്കടാ. പഠിക്കാത്തവരൊന്ന് പോയി അത് കണ്ടിട്ട് വരിക, വേം അത് കണ്ടിട്ട് വന്നിട്ട് ഇന്നേക്ക് ഇരുന്നാൽ മതി. അല്ലെ നിങ്ങൾ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾക്കൊന്നും മനസ്സിലാവാണ്ട് പഠിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. മനസ്സിലാക്കി നല്ല ആസ്വദിച്ച് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്ത് കുറച്ച് പാട്ടൊക്കെ പാടി ഒന്ന് ജില്ല ആ മൂഡിലിരുന്ന് പഠിക്കാനാണ്, പഠിക്കാനും പഠിപ്പിക്കാനും. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്ലാസ് എടുക്കുക, നിങ്ങളിങ്ങനെ അത് കേട്ടിരുന്ന് പഠിക്കുക, അത് കേട്ടിരുന്നു സ്കൂളിൽ പോയി വെറുതെ എക്സാമിൽ ചെയ്താൽ ആ മൂഡ് പഠിക്കാതെ നല്ല എൻജോയ് ചെയ്തിട്ട് എന്താക്കുക പഠിക്കുക. നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക, നല്ല ആസ്വദിച്ച് നല്ല വിശാലമായിട്ടിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. ഞാൻ അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ, അത്രയേ ഉള്ളൂ. സോ എന്താക്കുക, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോടാ. ഇത് കാണാത്തവർ വിട്ട അല്ലാതെ ഇങ്ങോട്ട് സ്വാഗതമില്ല. കണ്ടവരാണെങ്കിൽ എങ്ങോട്ട് വരിക, എല്ലാവരും വാങ്ങും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് ഫസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഞാൻ എന്താക്കുക, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മാത്തമാറ്റിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 ചക്ക മൈനസ് 3 ചക്ക എത്രയാടാ? ഇതിപ്പോൾ ഇതെന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. എത്രയാടാ? ഓ മൈ ഗോഡ്, വെരി ഗുഡ്. 1 ചക്ക. 4 തേങ്ങ പ്ലസ്, ഇതിൻ്റെ സീരിയസ്നെസ് ഞാൻ പിന്നെ പറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. 3 തേങ്ങ എത്രയാടാ? 7 തേങ്ങ. ഓ മൈ ഗോഡ്, വീണ്ടും വെരി ഗുഡ്. എന്നാൽ ഇതിലേക്കാണ് വരുന്നത്. ഞാൻ 4 മീറ്റർ എന്ന് വെച്ചാൽ ഈ സിൽബുക്കുട്ടനായ ഞാൻ 4 മീറ്റർ എവിടത്തേക്ക് സഞ്ചരിച്ചു? ഇതാണെന്ത്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്. 4 മീറ്റർ ശിൽബുക്കുട്ടൻ അതാ ഞാൻ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. അതിനുശേഷം അവിടെ എത്തിയിട്ട് എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തടാ? 3 മീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ശിൽബുക്കുട്ടൻ അഥവാ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? നിങ്ങൾ പറ. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കാണാം? നിങ്ങൾക്കറിയാം,
ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇതാണ് അതിൻ്റെ എന്ത് ഡിസ്പ്ലേസ്മെന്റ്. അതെങ്ങനെ കാണാം? ഇതെങ്ങനെ കാണാം? ഇതിന്റെ മറ്റേ പൈത്തഗോറസ് സിദ്ധാന്തം വെച്ച് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ ഈസിക്കൽ ടു ഇതിന്റെ സ്ക്വയർ. അപ്പൊ ഇത് ഈസിക്കൽ ടു റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസിക്കൽ ടു റൂട്ട് 16 പ്ലസ് 9 ഈസിക്കൽ ടു റൂട്ട് 25 ഈസിക്കൽ ടു 5 മീറ്റർ. എന്താണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്? നമുക്ക് 5 മീറ്റർ കിട്ടിയോ? അവിടെ വെക്കാം. ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 4 മീറ്റർ സഞ്ചരിച്ചു, 3 മീറ്റർ സഞ്ചരിച്ചപ്പോൾ നമുക്ക് 5 മീറ്റർ കിട്ടി. 4 മീറ്റർ പ്ലസ് 3 മീറ്റർ ഈസിക്കൽ ടു 5 മീറ്ററാ. അതെന്തുവാ അത്? ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞാൻ പറയാൻ നോക്ക്. 4 മീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചു ഈ ശില്പക്കുട്ടൻ. എന്നിട്ട് എന്ത് പണിയെടുത്തു? നേരെ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു 4 മീറ്റർ. നേരെ ഇങ്ങോട്ടേക്ക് 3 മീറ്റർ വെസ്റ്റിലേക്ക് സഞ്ചരിച്ചു. ഈ ശില്പക്കുട്ടന്റെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ എസ് എത്രയാടാ? ഇതല്ലേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇത് എത്രയാ? 1 മീറ്റർ അല്ലേ? നല്ല ടോട്ടൽ 4 മീറ്റർ ആവും. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ. 4 മീറ്റർ പ്ലസ് ഇവിടെ 3 മീറ്റർ ഈസിക്കൽ ടു എനിക്ക് എത്രയാ കിട്ടിയേ? ഇവിടെ എത്ര കിട്ടിയേ? 1 മീറ്റർ. ഇതെന്തുവാ? അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതേ ശില്പക്കുട്ടൻ എന്ത് ചെയ്തു? 4 മീറ്റർ ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. എടുത്തേക്ക് ഈസ്റ്റിലേക്ക്. എന്നിട്ട് അവിടുന്ന് ബോറടിച്ചപ്പോൾ എന്താക്കി? വീണ്ടും 3 മീറ്റർ എങ്ങോട്ട് സഞ്ചരിച്ചു? മുന്നോട്ടേക്ക് സഞ്ചരിച്ചു. ഇത് ശ്രദ്ധിച്ച് കേൾക്കട്ടെ, ഞാൻ ചുമ്മാ തമാശക്ക് പറയുന്ന കാര്യമല്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചു. അപ്പോൾ എത്രയാ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ്? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 7 മീറ്റർ എന്നല്ല കിട്ടുക. എന്നുവെച്ചാൽ 4 മീറ്റർ പ്ലസ് 3 മീറ്റർ ഈസിക്കൽ ടു 7 മീറ്റർ കിട്ടി. ഇതെന്താ ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോ സാധനം എന്ന് വെച്ചാൽ 4 മീറ്റർ പ്ലസ് 3 മീറ്റർ 7 മീറ്റർ കിട്ടി. 4 മീറ്റർ പ്ലസ് 3 മീറ്റർ 1 മീറ്റർ കിട്ടി. 4 മീറ്റർ പ്ലസ് 3 മീറ്റർ 5 മീറ്റർ കിട്ടി. അതേ സ്ഥാനത്ത് 4 തേങ്ങ പ്ലസ് 3 തേങ്ങ 7 തേങ്ങയാണ്. 4 ചക്ക പ്ലസ് 4 ചക്ക മൈനസ് 3 ചക്ക 1 ചക്കയാണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്താടാ? ഇതാണ് നോർമൽ മാത്തമാറ്റിക്സ്. അതേ സ്ഥാനത്ത് ഇതെന്താടാ? ഇതാണ് പറയുന്നത് എന്ത്? വെക്ടർ മാത്തമാറ്റിക്സ്. ഞാൻ പറഞ്ഞു വന്നെന്ന് എന്ത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മാത്തമാറ്റിക്സ് ആയിട്ട് നിങ്ങൾ വെക്ടർ മാത്തമാറ്റിക്സിനെ കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞു വരുന്നതാണ്. കാരണം നോർമൽ മാത്തമാറ്റിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫറെൻ്റ് ആണ്, അഡിഷൻ ഡിഫറെൻ്റ് ആണ്, സബ്സ്ട്രാക്ഷൻ ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു വെക്ടർ ഈ 2 സാധനം ആഡ് ചെയ്യുന്ന പോലെ അല്ല 2 വെക്ടർ ആഡ് ചെയ്യുക. അതിന് ഡിഫറെൻ്റ് റൂൾ ഉണ്ട്. ഈ 2 സാധനം മൈനസ് ചെയ്യുന്ന പോലെ അല്ല വെക്ടർ മൈനസ് ചെയ്യുക. അതിനെന്തുണ്ട്? ഡിഫറെൻ്റ് റൂൾ ഉണ്ട്. അതുപോലെ തന്നെ വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് അത് നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മാത്തമാറ്റിക്സ് ആയിട്ട് നിങ്ങൾ എന്താ വരുത്? വെക്ടറിന്റെ മാത്തമാറ്റിക്സിനെ കമ്പയർ ചെയ്യരുത്. അതിലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാതെ നോർമൽ മാത്തമാറ്റിക്സ് വേറെ, വെക്ടർ മാത്തമാറ്റിക്സ് വേറെ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 പഠിക്കാൻ പോകുന്നത് എന്താടാ? ഈ വെക്ടറിന്റെ മാത്തമാറ്റിക്സ് ആയ വെക്ടർ അഡിഷൻ, വെക്ടർ സബ്സ്ട്രാക്ഷൻ. അത് 2 മെത്തേഡിലൂടെ വെക്ടർ അഡിഷന് ഗ്രാഫിക്കൽ മെത്തേഡ്, വെക്ടർ അഡിഷന് അനലിറ്റിക് മെത്തേഡ്. അതിന്റെ പ്രൂഫിലൂടെയാണ് നമ്മൾ എന്താക്കുന്നത് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. സോ എന്താക്കുക? ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയിക്കൂടാ. എല്ലാം സെറ്റ് അല്ലടാ. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ഓൾ സെറ്റ്. അപ്പൊ എന്താക്കുക? അപ്പൊ നമുക്ക് വെക്ടർ അഡിഷനിലേക്ക് പോയിക്കൂടെ? വെക്ടർ അഡിക്ഷൻ അല്ല കേട്ടോ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. ഇതിനെ നമുക്ക് എന്താക്കി തിരിക്കാം? ഇന്നത്തേനാ 2 ആക്കി തിരിക്കാം. അതിൽ വെക്ടർ അഡിഷനും സബ്സ്ട്രാക്ഷനും 2 മെത്തേഡ് ഉണ്ട്. അത് ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്? ഗ്രാഫിക്കൽ മെത്തേഡ് എന്നാണ് എന്ത്? തിയറി പ്രോബ്ലം ചോദിക്കുക. രണ്ടാമത്തതാണ് എന്തടാ കുട്ടപ്പന്മാരെ? അനലറ്റിക്കൽ മെത്തേഡ്. ഇത് നിങ്ങൾ എഴുതിയെടുത്തോ. ഞാൻ സ്പീഡിൽ എഴുതുന്നതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ ബോറായിരിക്കും. ഒന്ന് ക്ഷമിക്കുക. ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്. ഈ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്തൊക്കെയാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ആൻഡ് പാരലലോഗ്രാം. ലോ ഓഫ് വെക്ടർ അഡിഷൻ.
ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ, പാരലൽ ഓഫ് വെക്ടർ അഡിഷൻ, ഇതിന് വലിയൊരു തിയറി ഉണ്ട്. ബട്ട് അതൊക്കെ നമ്മൾ എന്താക്കും, സിമ്പിളായിട്ട് പഠിക്കും. ഇതാണ് എന്ത് ഗ്രാഫിക്കൽ മെത്തേഡിൽ വരുന്നത്. ഇതിൽ നമുക്ക് വെക്ടറിന്റെ ഡയറക്ഷനും റിസൾട്ടൻ്റും ഒക്കെ രണ്ട് വെക്ടർ തന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് സമ്മ് വെക്ടർ ഒരു രണ്ട് വെക്ടർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ഗ്രാഫിക്കൽ രീതിക്ക് നമുക്ക് എന്താക്കുന്ന പറയുന്നതാണ് ഇത് അനലിറ്റിക്കൽ മെത്തേഡിൽ നമുക്ക് എന്താക്കാം, നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ്. കാരണം രണ്ട് വെക്ടർ കൂട്ടുന്നത് കുറക്കുന്നൊക്കെ അല്ല പഠിക്കുന്നത്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നതാണ് അനലിറ്റിക്കൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അനലിറ്റിക്കലി കാണുന്നതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അതിന് R എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ട് ആൻഡ് അതിൻ്റെ ഒരു പ്രൂഫും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ R എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഡെറിവേഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 2ലേക്ക് നോക്കാൻ പോകുന്നത്. സോ ഇതിലേക്ക് പോയിക്കൂടെ? നമുക്ക് ആദ്യം ട്രയാങ്കിൾ ലോ എന്താന്ന് പറയാം, പാരലലോഗ്രാം പറയാം. ഈ വെക്ടർ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? വെക്ടർ ആവേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു രണ്ട് കണ്ടീഷനാണ് വെക്ടർ ആണുള്ളത്. ഒന്ന് അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാത്രം ഉണ്ടായ പോരാ, ഇറ്റ്സ് മസ്റ്റ് ഫോളോ വെക്ടർ അഡിഷൻ റൂൾ. ആ റൂളാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലൽ ലോ ഓഫ് വെക്ടർ അഡിഷനും. ഈ രണ്ട് സാധനം കൂടി അത് ഫോളോ ചെയ്യണം. ഇത് രണ്ടും ഏത് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, നമുക്ക് റിസൾട്ടന്റ് കിട്ടുക സെയിം തന്നെയാണ്. സോ അതിലേക്ക് പോവാ. ഇതാ ഞാൻ പറഞ്ഞത്, കറണ്ട് ഫോളോ ചെയ്യാത്ത സാധനമാണ് ഈ രണ്ട് സാധനവും. അതുകൊണ്ട് അത് കറണ്ട് ഒരു വെക്ടർ അല്ല, അത് സ്കേലർ ആണ്. അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഓർമ്മയില്ലേ? സോ നമുക്ക് എന്തിലേക്ക് പോവാ? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷനിലേക്ക് പോയിക്കൂടെ? മാക്കട്ടെ. നമ്മൾ അടുത്താണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ, ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. തിയറിയും അതിന്റെ എക്സാമ്പിളും ഒക്കെ വെച്ചിട്ട് നിങ്ങളോട് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് ചോദിക്കാറ്. അത് സിമ്പിളാണ്. ഇതൊക്കെ കണ്ട് ഇതെന്താ പഠിച്ചോനെ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലാസ് ഇരിക്കുന്ന ആൾക്കാരെ ഇത് നിങ്ങളിത് ബൈ ഹാർട്ട് പഠിച്ചിട്ടേ പോകും. ഞാൻ അത്രയും സിമ്പിളാക്കിയാണ് തിയറി പറയുന്നത്. നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമ്മളോട് ഒരിക്കലും മറന്നു പോകത്തുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് പോയിക്കൂടെ? എന്താ പറഞ്ഞത്? തിയറി പഠിക്കുന്ന കേട്ടോ, ഒരുമിച്ചിരുന്ന് പഠിച്ചോട്ടോ. നോട്ട് എഴുതി എടുക്കാം. ഇത് നോട്ട് പെട്ടെന്ന് എഴുതി എടുക്കണ്ട, അല്ല എൻ്റെ അടുത്ത് തന്നെ എഴുതി വെച്ചോ. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ടു വെക്ടർ വേണം. എ എന്ന് പറഞ്ഞൊരു വെക്ടർ നമ്മൾ എടുത്തു. ഓക്കെ, ബി എന്ന് പറഞ്ഞ വെക്ടർ നമ്മൾ എടുത്തു. ബി എന്ന് പറഞ്ഞൊരു വെക്ടർ നമ്മൾ എടുത്തു. ഇത് പക്കാണോ? എൻ്റെ കറുത്ത മശി എടുക്കട്ടെ. യെസ്. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും എടുത്തു. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇതാണ് ട്രയാങ്കിൾ. ടേക്കൺ ഇൻ ഓർഡർ. ഇൻ ഓർഡർ എന്ന് വെച്ചാൽ അതിന് അർത്ഥം അതിന്റെ ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യണമെന്നാ. വെക്ടറിന്റെ ഹെഡുമായിട്ട് ടെയിൽ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ഇൻ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഹെഡുമായിട്ട് ടെയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ഇൻ ഓർഡർ എന്ന് പറയുന്നത്. ടേക്കൺ ഇൻ ഓർഡർ, ഹെഡ് ടു ടെയിൽ കണക്ഷൻ. ഇത് നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയെടുത്ത്. ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞുതരാം. ഈ ട്രയാങ്കിൾ ടു വെക്ടർ എടുത്ത് ട്രയാങ്കിളിന്റെ ടു സൈഡ്സിൻ്റെതായിട്ട് ഇതിനെന്താക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ പാരലൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കാം. ഇത് തന്നെയല്ലേ? ഇതാ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പാർട്ട് കാണണം. ഇതാ ബേസിക്സ്. പാരലൽ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചു. ഈ വെക്ടറും സെയിം തന്നെയല്ലേ പാരലൽ ഷിഫ്റ്റ് ചെയ്താല്. ഇതിനെ പാരലൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യാൻ പോവാ. ഇതിനെ പാരലൽ ഷിഫ്റ്റ് ചെയ്താൽ അങ്ങനെ കിട്ടും. ഇത് ബി എന്ന് പറഞ്ഞ വെക്ടർ പാരലലി ഷിഫ്റ്റ് ചെയ്തപ്പം ബി എന്ന് പറഞ്ഞൊരു വെക്ടർ കിട്ടി. വെക്ടർ അഡിഷനിലേക്കാട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞു നോർമൽ മാത്തമാറ്റിക്സ് അല്ല, ഇത് വെക്ടറിന്റെ ഡിഫറെന്റ് മാത്തമാറ്റിക്സാ. Then the third side of the triangle. Third side of the triangle ട്രയാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ തേർഡ് സൈഡ് കിട്ടൂലേ? ഇങ്ങനെയും വരച്ച്. ഇതിന്റെ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇതല്ലേ? ഇങ്ങനെയും വരച്ച്. ഇതിന്റെ തേർഡ് സൈഡ് ഓഫ് ട്രയാങ്കിൾ ഇതല്ലേ? അപ്പൊ ഇങ്ങനെയും വരച്ച് ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്ത്. ഹെഡ് ടു ടെയിൽ തന്നെ കണക്ട് ചെയ്യണം. ഇതിന്റെ ഹെഡ് മേലെ ഇതിന്റെ ടെയിൽ കണക്ട് ചെയ്ത്. അപ്പൊ ഇതിന്റെ തേർഡ് സൈഡ് ഇതാണ് ഇതിന്റെ തേർഡ് സൈഡ്. ഓക്കെ, തേർഡ് സൈഡ് വരണേ. തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത്, ഇങ്ങോട്ട് പോയി. ഇത് സെയിം ഓർഡർ അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോയി. ഇതെന്താ? ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയില്ലേ? അതേ സ്ഥാനത്ത് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇങ്ങനെ പോയാൽ സെയിം ഓർഡർ ആയി. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നാൽ അതെന്തായി? ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയില്ലേ? അതിനർത്ഥം ഇത് മൊത്തം സെയിം ഓർഡറിലാ പോയെന്നല്ലേ? അതേ സ്ഥാനത്ത് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇങ്ങനെ പോയി പിന്നെ ഇങ്ങോട്ട് പോകുന്നതിന് വരെ ഇത് ഇങ്ങോട്ട് തന്നെ പോയി എന്നർത്ഥം. ഇങ്ങനെ പോയി ഇങ്ങോട്ട് എയറോ ഇടുന്നതിന് വരെ ഇപ്പുറത്തെ സൈഡ് എയറോ ഇടും. അതാണ് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ഗീവ്സ് ദ റിസൾട്ടന്റ്. എന്ന് വെച്ചാൽ ഇതാണ് റിസൾട്ടന്റ് ആയ വെക്ടർ.
റിസൾട്ടന്റ് ആയ വെക്ടർ. വെക്ടർ എ എന്ന് പറഞ്ഞ വെക്ടറും വെക്ടർ ബി എന്ന് പറഞ്ഞ വെക്ടറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ടന്റ് വെക്ടർ ആണ് എന്ത്? ഈ വെക്ടർ എന്ന് വെച്ചാൽ ഇതിനെ പാരലൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് എന്ത്? റിസൾട്ടന്റ് വെക്ടർ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. ഒരു വെക്ടറിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ വെക്ടർ എ എന്ന് പറഞ്ഞ സാധനവും വെക്ടർ ബി എന്ന് പറഞ്ഞ സാധനവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറിനെ നമ്മൾ ഗ്രാഫിക്കലി ഇത് ഗ്രാഫിക്കൽ മെത്തേഡാണ്, ഗ്രാഫിക്കലി കാണിക്കുന്നതാണ് എന്ത്? സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആയിട്ട് പഠിച്ചൂടെ? നിങ്ങൾക്ക് പഠിച്ചൂടെ? ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ടേക്കൺ ഇൻ സെയിം ഓർഡർ, ബ്രാക്കറ്റിൽ ഹെഡ് ടു ടെയിൽ. വാവ്, ടീച്ചർ ഇംപ്രസ്ഡ്. ആൻഡ് ദ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ഗീവ്സ് ദ റിസൾട്ടന്റ്. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. വേറെ 2 വെക്ടേഴ്സ് എടുക്കാം. ഒരു വെക്ടർ ഇങ്ങനെ എടുത്തു, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ എടുത്തു. ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് ബി എന്ന് പറഞ്ഞ വെക്ടർ. ഇതിന് നമുക്ക് ട്രയാങ്കിൾ ലോ വെച്ചിട്ട് എന്താക്കാം? ട്രയാങ്കിൾ ലോ വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടേ. എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ വരച്ചു, എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ വരച്ചു, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ വരച്ചു. ഇതിന്റെ റിസൾട്ടന്റ് കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പാരലലി ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്താൽ പോരെ. ഇതാ പാരലലി ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി? ഇതിന്റെ ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്ത് എന്ന് വെച്ചാൽ പാരലലി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് എന്ത്? ബി എന്ന് പറഞ്ഞ വെക്ടർ. സാധാരണ സെയിം ആയിരിക്കും പാരലൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന്റെ തേർഡ് സൈഡ് ഓഫ്, ഇതിന്റെ തേർഡ് സൈഡ് എന്താ? ഇതാണ് തേർഡ് സൈഡ്. തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ സെയിം ഓർഡർ ആവും, ഇങ്ങോട്ടേക്ക് എടുത്താൽ ഓപ്പോസിറ്റ് ഓർഡർ ആവും. ഗീവ്സ് ദ റിസൾട്ടന്റ്. ഇതാണ് എന്ത്? റിസൾട്ടന്റ് എന്ന് വെച്ചാൽ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. രണ്ടും കൂട്ടി കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ? ഇനി വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കിയോ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ ഒരു ഫൈൻ. ഇതന്നെ നോക്കാം. ഇത് നിങ്ങൾ നേരത്തെ ഞാൻ എന്താക്കി? എന്റെ ഹെഡ് മേലാണ് ബീന്റെ ടെയിൽ കണക്ട് ചെയ്ത്. നമുക്ക് അതേ സ്ഥാനത്ത് ബീന്റെ ടെയിൽ മേൽ എന്റെ ഹെഡ് കൊണ്ടുപോയി ബീന്റെ ഹെഡ് മേൽ എന്റെ ടെയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ടന്റ് കിട്ടുമോ നോക്കാം. ബീന്റെ ഹെഡ് മേൽ ഇതാണ് നമ്മളെ ബി, ഇതാണ് നമുക്ക് സെയിം റിസൾട്ടന്റ് ആണ് കിട്ടണ്ടേ നോക്കണ്ടേ. കാരണം അതേ സ്ഥാനത്ത് നമ്മൾ ആദ്യം ചെയ്തത് എന്റെ ഹെഡ് മേൽ ബീന്റെ ടെയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത്. അതിപ്പോ ഇന്നത്തെ ടെയിൽ കണക്ട് ചെയ്യണം, ഇന്നതിന്റെ ടെയിൽ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ മറ്റേത് എടുത്ത് നോക്കാം. നമുക്ക് ബി ആദ്യം വരച്ചു എന്ന് പറഞ്ഞാൽ വെക്ടർ ബി. ഇതിനെ പാരലൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ച്. ഇതാണ് വെക്ടർ ബി. ഈ എൻ എന്താക്കി? പാരലൽ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബീന്റെ ഹെഡ് കൊണ്ടുപോയി കണക്ട് ചെയ്ത്. ഇതാണ് ബീന്റെ ഹെഡ് എന്ന് വെച്ചാൽ ഇത് വെക്ടർ എ. ഇവിടെ ഇതിനെ ഇങ്ങോട്ട് വരുത്തുന്നതിന് പകരം ഇതിനെ ഇങ്ങോട്ടേക്ക് വരുത്തി. അതാണ് ഞാൻ ഇവിടെ വരച്ചത്. എന്താ പറയുന്നത്? തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. തേർഡ് സൈഡ് എന്താ? ഇതല്ലേ തേർഡ് സൈഡ് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇത് ഇങ്ങോട്ട് എടുത്താൽ സെയിം ഓർഡറായി, ഇങ്ങനെ പോയി ഇങ്ങോട്ട് എടുത്താൽ സെയിം ഓർഡറായി. അതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കണം. ഇതാണ് എന്ത്? റിസൾട്ടന്റ് ആയ എ പ്ലസ് വെക്ടർ എ പ്ലസ് ബി. ഇതന്നല്ലേ ഇതും നോക്കി. ഇതാ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നല്ലേ, ഇതേ റിസൾട്ടന്റ് അല്ലേ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കി. വരച്ചാൽ സില്ലി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ബട്ട് ഈ വെക്ടർ തന്നെയാണ് ഞാൻ ഇവിടെ വരച്ച എ എന്ന് പറഞ്ഞ വെക്ടർ, ഈ വെക്ടർ തന്നെയാണ് ഇവിടെ വരച്ച ബി എന്ന് പറഞ്ഞ വെക്ടർ. ഈ വെക്ടറാണ് ഇവിടെ വരച്ച എ എന്ന് പറഞ്ഞ വെക്ടർ, ഈ വെക്ടറാണ് ഇവിടെ വരച്ച ബി എന്ന് പറഞ്ഞ വെക്ടർ. നമ്മൾ എങ്ങനെ ചെയ്തിട്ടും നമുക്ക് റിസൾട്ടന്റ് കിട്ടിയ നോക്ക്. റിസൾട്ടന്റ് കിട്ടിയതാ ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഇതിന്റെ ഡയറക്ഷൻ എന്താ? ഇതിന്റെ ഡയറക്ഷൻ തന്നെ അല്ലേ. സോ റിസൾട്ടന്റ് കിട്ടിയത് ഏതാ? സെയിം തന്നെ. ഇത്രയേ ഉള്ളൂ. എന്താ? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ. നിങ്ങൾക്ക് ഏത് വെക്ടർ വന്നാലും ചെയ്തൂടെ. ഇങ്ങനെ ഒരു വെക്ടർ എടുത്ത്, ഒരു വെക്ടർ ഇങ്ങോട്ടും ഒരു വെക്ടർ ഇങ്ങോട്ടും. ഇതിന്റെ എന്താ? ഇത് വേണ്ട. ഒരു വെക്ടർ എന്താ? ഇങ്ങോട്ട് എടുത്ത്. ഇതിന്റെ ഹെഡ് ടെയിൽ കണക്ട് ചെയ്ത്. ഇതിന്റെ തേർഡ് സൈഡ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇത് ഇങ്ങോട്ടല്ല. ഇതാണ് എന്ത്? റിസൾട്ടന്റ് വെക്ടർ. അത്രേ ഉള്ളൂ എന്ത്? റിസൾട്ടന്റ്. സോ നമുക്ക് എന്താക്കാം? ഇനി ഇതിന്റെ സബ്സ്ട്രാക്ഷൻ നോക്കാം. സോ ഇതെന്തൊക്കെ? മയക്കട്ടെ. എന്റെ ഡസ്റ്റർ എവിടെയാടാ? എവിടെ പോയടാ? എടാ സിമ്പിൾ അല്ലടാ ഇത്. വളരെ സിമ്പിൾ അല്ലേ? മയക്കട്ടെ, നിങ്ങൾ എഴുതിയെടുത്തില്ലേ? നോട്ട് പോസ് ചെയ്യുക, എഴുതിയെടുക്കുക, പഠിക്കുക. ഇപ്പം തന്നെ പഠിക്കുക. അടുത്ത സബ്സ്ട്രാക്ഷൻ്റെ അകത്ത് ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. സബ്സ്ട്രാക്ഷൻ സിമ്പിളാണ്. അഡിഷൻ പഠിച്ചാൽ മാത്രം മതി. സബ്സ്ട്രാക്ഷൻ നമുക്ക് ഈക്വൽ ചെയ്യാം. സബ്സ്ട്രാക്ഷൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. അടുത്തത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? സബ്സ്ട്രാക്ഷൻ. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് വെക്ടർ എ. മൈനസ് എ എന്ന് വെച്ചാൽ എന്താ? മൈനസ് വെക്ടർ. അയ്യോ, കറണ്ട് പോയി. വരുമായിരിക്കും. ഇത് വെക്ടർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനസ് വെക്ടർ എ എന്ന് വെച്ചാൽ വെക്ടർ എ. ഓക്കെ, ഇത് പക്ക വെക്ടർ എ. മൈനസ് വെക്ടർ എ എന്താ? മൈനസ് വെക്ടർ എ എന്ന് വെച്ചാൽ എന്താ?
മൈനസ് വെച്ചാൽ എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞു മൈനസ് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നല്ല അർത്ഥം. ഇത് വെക്ടർ എ ആണെങ്കിൽ ഇതാണ് മൈനസ് വെക്ടർ എ. ഇത് വെക്ടർ ബി ആണെങ്കിൽ ഇതാണ് വെക്ടർ ബി എങ്കിൽ ഇതാണ് എന്ത്? ഇതേ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം കേട്ടോ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഇതാണ് എന്ത്? മൈനസ് വെക്ടർ ബി. ഇതാണ് വെക്ടർ എ എങ്കിൽ അല്ല വെക്ടർ സി എങ്കിൽ ഇതാണ് എന്ത്? ഇത് സെയിം ഓപ്പോസിറ്റ് ഓർഡർ വിത്ത് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഇതാണ് എന്ത്? മൈനസ് വെക്ടർ സി. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞു ഈ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ വെക്ടർ എ ഈസ് ഈക്വൽ ടു എന്താക്കണം? മൈനസ് എ ആക്കണമെങ്കിൽ എന്താക്കണം? അതിന്റെ നേരെ ഏറോ മാർക്ക് ഇവിടെയുള്ള ഏറോ മാർക്ക് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കുറയരുത് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് കുറയാണ്ട് 8 ആയി. ഇതെന്താ? മൈനസ് എ ആയി. പ്ലസ് എ ആക്കണമെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ എന്താക്കുക? ഇപ്പം ഇട്ട് കൊടുത്താൽ മതി, മാഗ്നിറ്റ്യൂഡ് മാറാണ്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് എയും മൈനസ് എയും തമ്മിലുള്ള. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? വെളിച്ചം ഉണ്ടോടാ? കറണ്ട് പോയി. എനിക്കാണെങ്കിൽ 5-ാം തീയതിക്കുള്ളിൽ മാക്സിമം എടുത്തു തീർക്കണ്ട കേട്ടോ. ഒരു കാര്യം പറയാം. നമ്മൾ ഒരു മാത്തമാറ്റിക്സിലും കൂടെ 4 + 2 എത്രയാ? 4 + 2 6 4 - 2 എന്താ? 2 ആണ്. ഈ 4 - 2 നമുക്ക് എന്ത് ചെയ്താ? 4 + -2 എന്ന് എഴുതിക്കൂടെ? അത് 2 അല്ലേ? 4 + -2 എന്ന് എഴുതാം. അപ്പൊ നമ്മളോട് ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചു വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്ക് പകരം വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് നമുക്ക് ചോദിച്ചു. വെക്ടർ എയും നമുക്ക് തന്നിക്ക്, വെക്ടർ ബിയും നമുക്ക് തന്നിക്ക്. ഇതാണ് നമുക്ക് കാണേണ്ടത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? നമ്മൾ വെക്ടർ എ പ്ലസ് ബി കാണുന്ന പഠിച്ചു. ഏത്? ട്രയാങ്കിൾ ലോ വെച്ചിട്ട് പഠിച്ചു. വെക്ടർ എ മൈനസ് ബി ആണ് ചോദിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ എ പ്ലസ് ഓഫ് മൈനസ് വെക്ടർ ബി ചെയ്താൽ പോരെ? അതന്നല്ലേ എ മൈനസ് ബി. വെക്ടർ എ പ്ലസ് ഓഫ് മൈനസ് ബി. അതേ സ്ഥാനത്ത് നമ്മൾ എന്താക്കുക? നേരത്തെ വെക്ടർ അതിലേക്ക് വരുന്നത്. നേരത്തെ നമുക്ക് വെക്ടർ തന്ന എന്താ? ഇതാണ് വെക്ടർ തന്നെ. എന്ത്? ബി എന്ന് പറഞ്ഞ വെക്ടർ. ഇതാണ് വെക്ടർ എ തന്നത്. നമ്മൾ നേരത്തെ വരച്ചത് വെക്ടർ എ തന്നത്. അപ്പൊ വെക്ടർ എ പ്ലസ് ബി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ തന്നെ ഇവിടെ കൊണ്ടാച്ച് വരച്ചിട്ട് നമ്മൾ റിസൾട്ട് തന്നെ കണ്ടു. എ മൈനസ് ബി ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്താക്കുക? എ പ്ലസ് മൈനസ് ബി എടുക്കുക. ഇപ്പൊ മൈനസ് ബി കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഏറോ മാർക്ക് നേരെ ഇപ്പറിട്ടാൽ ഇതെന്തായി? മൈനസ് ബി ആയി. ഇനി ബാക്കി പ്ലസ് ചെയ്യാം. ബാക്കി മറ്റേ ട്രയാങ്കിൾ ലോ വെച്ച് കഴിഞ്ഞിട്ട് വെക്ടർ ഇതിന് ബി ആയിട്ട് തന്നെ കണക്കാക്കാം. ഇത് മൈനസ് ബി ആണ്, ബട്ട് ഇതൊരു വെക്ടർ ആയിട്ട് തന്നെ കണക്കാക്കാം. വെക്ടർ ബി ആ തന്നിട്ടുള്ളൂ എങ്കിൽ ഇത് വെക്ടർ ബി, ഇതാ വെക്ടർ ബി. അപ്പോൾ എ പ്ലസ് ബി ചോദിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എ മൈനസ് ബി ആ ചോദിച്ചെങ്കിൽ എ പ്ലസ് മൈനസ് ബി ചെയ്യുക. സിമ്പിൾ. എങ്ങനെയാണ് വരിക? ഈ വെക്ടർ എ ഇവിടെ തന്നെ പാരലലി ഷിഫ്റ്റ് ചെയ്തു. വെക്ടർ ബീനെ നമുക്ക് ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യണം. വെക്ടർ ബീനെ എങ്ങോട്ട് കൊണ്ടുപോയി? വെക്ടർ ബീനെ ഇങ്ങനെ പാരലലി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എത്തും? ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്താൽ ഇതാണ് വെക്ടർ ബി. പക്കായില്ലേ? ഇതാണ് വെക്ടർ ബി. ഇത് കാണുന്നില്ല. ഇതിന് നമുക്ക് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ വെക്ടർ എ വരച്ചു, പാരലലി ഷിഫ്റ്റ് ചെയ്തിട്ട് എന്തായി? വെക്ടർ എ വരച്ചു. പക്കല്ലേ? ഈ എ തന്നെയാണ് ഈ എ. ഇതാണ് എന്ത്? മൈനസ് ബി ആട്ടോ. വെക്ടർ ബി നമുക്ക് ഇങ്ങനെയാ തന്നത്. ഇതിന്റെ മൈനസ് ബി ആണ് എന്ത്? നേരത്തെ പറഞ്ഞത്. ഇത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. ഇതിനെ ഞാൻ എന്താക്കി? നേരെ ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യണം. ബാക്കിയൊക്കെ ട്രയാങ്കിൾ ലോ തന്നെ. ഇതാണെന്ത്? മൈനസ് ബി വെക്ടർ. ഇതിനെ പ്ലസ് ചെയ്യുക എങ്ങനെയാ? എന്താക്കുക? റെപ്രസെന്റ് ബൈ 2 സൈഡ്, ദ തേർഡ് സൈഡ്. തേർഡ് സൈഡ് എന്ന് വെച്ചാൽ എന്താ? ഇതാണ് തേർഡ് സൈഡ്. ഇതാണെന്ത്? തേർഡ് സൈഡ്. പക്കാല? ഇതുവരെ പക്കാല? ഇതാണ് തേർഡ് സൈഡ്. ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇങ്ങനെയാണെങ്കിൽ സെയിം ഓർഡറായി. ഇങ്ങനെ ഇങ്ങോട്ടാണെങ്കിൽ എന്തായി? ഓപ്പോസിറ്റ് ഓർഡറായി. ഇതാണെന്ത്? റിസൾട്ടന്റ് ആയ വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഈ സാധനമാണ് എന്ത്? വെക്ടർ എ മൈനസ് ബി. പക്ക ആയില്ലേ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. വെക്ടർ എ എന്ന് വെച്ചാൽ ഇതും വെക്ടർ ബി തന്നത് നിങ്ങൾക്ക് ഇതുവാ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ത്? എ മൈനസ് ബി എന്താണ്? ഞാൻ മയക്കട്ടെ. നിങ്ങൾക്ക് വെക്ടർ എ തന്നത് ഇതും വെക്ടർ ബി തന്നത് ഇതും. നിങ്ങളോട് ചോദിച്ചെന്ത്? വെക്ടർ എ മൈനസ് വെക്ടർ ബി കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വെക്ടർ എ പ്ലസ് ഓഫ് മൈനസ് ബി ചെയ്താൽ മതി. അപ്പോൾ ഈ പ്ലസ് ഇതിന് ബി ആണെങ്കിൽ എന്താ മൈനസ് ബി? ഇതിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഓപ്പോസിറ്റ് ഡയറക്ടറിലുള്ള സാധനമാണ് എന്ത്? വെക്ടർ ബി. ഇനി ഇതിനെയും സം ചെയ്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട്? വെക്ടർ എ തന്നെ ഷിഫ്റ്റ് ചെയ്ത് വെക്ടർ ബി മൈനസ് ബി എന്താ?
ബാക്കി പ്ലസ് മൈനസ് ബി എന്താ ഇതിന്റെ ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യണം. അതിന് ഇങ്ങനെ തന്നെ പാരലൽ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് ഇത്ര ലെങ്ത്, ഏകദേശം ഇത്രയാണ് ലെങ്ത് വരുന്നത്. ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഇതിനിങ്ങനെ തന്നെ പാരലൽ ഷിഫ്റ്റ് ചെയ്ത് അപ്പോൾ എന്തായി, ഇതാണ് എന്ത് വെക്ടർ മൈനസ് ബി ആയി. ഇതിനെ പ്ലസ് ചെയ്യാൻ എന്ത് ചെയ്യണം, മൂന്നാമത്തെ സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, ടേക്കൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. ഇത് ഇങ്ങോട്ടാണ് ഇതിന്റെ പ്ലസ്, ഇങ്ങോട്ടാണ് ഇതിന്റെ പ്ലസ്. അപ്പോൾ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ സെയിം ഓർഡറായി, ഇങ്ങോട്ട് ചെയ്താൽ ഓപ്പോസിറ്റ് ഓർഡറായി. ഈ സാധനമാണ് എന്ത്, ഈ വരച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടോ, ഇതാണെന്ത് വെക്ടർ എ മൈനസ് ബി അഥവാ നമുക്ക് കിട്ടേണ്ട റിസൾട്ടന്റ്. സിമ്പിൾ. ഇതാണെന്ത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാം, പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. അത് കറണ്ട് വന്നിട്ട് ചെയ്യാം കേട്ടോ. സോ എന്താക്കുക, അതിലേക്ക് പോയി കൂടെ മയക്കാട്ടോ. ഇത് നിങ്ങൾ എന്താക്കുക, ഒന്ന് മറിച്ചിട്ട് നോക്കാം. എടാ അടുത്ത നമ്മുടെ ടോപ്പിക് എന്താ, അടുത്ത ടോപ്പിക് ആണ് എന്ത്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു, ട്രയാങ്കിൾ ലോ പഠിച്ചു. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് എന്നേ ഉള്ളൂ. സംഗതി എന്താ, സെയിം ആണ്. മനസ്സിലായില്ല? നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് ഒക്കെ കാണാം. ബട്ട് കിട്ടുന്ന ഉത്തരം എന്താ, സെയിം ആയിരിക്കും. ബട്ട് എക്സാമിന് ഇത് ഡിഫൈൻ ചെയ്തു എന്ന് വെച്ചാൽ ഇതെന്നെ എഴുതണം. മറ്റേ ട്രയാങ്കിൾ ലോ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ എഴുതണം. അതിനു മുമ്പ് ഇതെന്താ സാധനം എന്ന് അറിയണ്ടേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാടാ. ഇതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കണം. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇത് രണ്ട് ഈക്വലും ആണ്, പാരലലും ആണ്. ഇത് രണ്ട് ഈക്വലും ആണ്, പാരലലും ആണ്. പാരലൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇൻഫിനിറ്റി വരെ ഒരേപോലെ തുടരുന്ന ലൈൻ, അതാണ് എന്ത് പാരലൽ ലൈൻസ്. അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഇവിടുന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതെങ്ങനെ പോയി കഴിഞ്ഞാലും അതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും തമ്മിൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതും എന്താ ഒരു പാരലലോഗ്രാം തന്നെയാണ്. ബട്ട് അതെന്താ അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണെന്നുള്ളൂ. ഇതൊരു പാരലലോഗ്രാം തന്നെയാണ്. ഇത്രയാണ് ഉള്ളൂ എന്ത്, ഇതിന് മനസ്സിലാക്കേണ്ട ബേസിക്സ്. ഇനി നമുക്ക് എന്താക്കാം, നമ്മളെ ചാപ്റ്ററിലേക്ക് പോയി കൂടെ. ഇഫ് ടു വെക്ടേഴ്സ് ആക്ട് ഫ്രം സെയിം പോയിന്റ്. ഈ സെയിം പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സെയിം ഓർഡറാ. സെയിം ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹെഡ് ടു ടെയിൽ കണക്ട് ചെയ്യുന്നതാ. ബട്ട് സെയിം പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ കൊണ്ടുവരുന്നതാണ് എന്ത്, സെയിം പോയിന്റ്. രണ്ടും സെയിം പോയിന്റിൽ ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെയിലും കണക്ട് ചെയ്യാതാ. അത് മാറിപ്പോയത്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താടാ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന തന്നെയാണ്. എന്താ, ഇഫ് ടു വെക്ടേഴ്സ് ആക്ട് ഫ്രം സെയിം പോയിന്റ്. ടു വെക്ടേഴ്സ് വരച്ചോ. നമ്മളെ ഒന്നാമത്തെ വെക്ടറായ സ്ഥിരം യൂസ് ചെയ്യുന്ന വെക്ടർ എ, രണ്ടാമത്തെ വെക്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ ബി, ഇത് രണ്ടും നമ്മൾ വരച്ചു. റെപ്രസെന്റ് ആസ് ദ അഡ്ജസെന്റ് സൈഡ് ഓഫ് എ പാരലലോഗ്രാം. റെപ്രസെന്റ് ആസ് ദ അഡ്ജസെന്റ് സൈഡ് ഓഫ് എ പാരലലോഗ്രാം ഇൻ സെയിം പോയിന്റ്. എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങോട്ടേക്ക് ഞാൻ പാരലലി ഷിഫ്റ്റ് ചെയ്തു, ഇതിന് ഇങ്ങോട്ടേക്ക് പാരലലി ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാവുക, ലഗ്ബഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വെക്ടർ ബി ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വളവും തിരിവൊക്കെ ഉണ്ടാവും, നിങ്ങൾ കരുതണ്ട. എന്താ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് രണ്ടും സെയിം വെക്ടർ ആട്ടോ. ഷിഫ്റ്റ് ചെയ്തു ഫ്രം ദ സെയിം പോയിന്റ് എന്ന് വെച്ചാൽ ടെയിൽ ടു ടെയിൽ കണക്ട് ചെയ്തു. ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം. ഡയഗണൽ കാണാൻ ആദ്യം എന്താക്കണം, ഇത് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ പാരലായിരിക്കും ഇപ്പുറത്തെ സൈഡ്, അത് പാരലാക്കി വരച്ചു. ഓക്കെ, ഇതിന് നേരെ പാരലായിരിക്കും ഇപ്പുറത്തെ സൈഡ്, അതെങ്ങനെയാക്കി പാരലാക്കി വരച്ചു. ഓക്കെ, ഇത് വേണ്ട. ഇത് പാരലലോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം ഫ്രം ദാറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ സെയിം പോയിന്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം റെഫർ ചെയ്തത്. ആ പോയിന്റിൽ നിന്നുള്ള ഗീവ്സ് ദ റിസൾട്ടന്റ്. ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ സാധനം, യെസ് അയ്യോ എന്തൊരു കഷ്ട. ഇത് ചിത്രം വരക്കാൻ പോയാൽ മതിയായിരുന്നു. യെസ്, തൽക്കാലല്ല, ഇത് റെഡിയാണ്. ഇതാണെന്ത് റിസൾട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്, റിസൾട്ടന്റ് അഥവാ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ കിട്ടുക, ഇതാ കിട്ടുക. ഇത്രയേ ഉള്ളൂ എന്ത് പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വെക്ടർ തന്ന് എന്ന് വെച്ചോ, ഇങ്ങനെ ഒരു വെക്ടർ തന്ന് ഇതെങ്ങനെ നമ്മൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ റിസൾട്ടന്റ് കാണാം. ഇതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇങ്ങനെ വരക്കുന്നു, ഇതാണ് വെക്ടർ എ. എന്താക്കി, ഇതിന്റെ ടെയിൽമ തന്നെ ഇതിന്റെ ടെയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു, ഇതാണ് എന്ത് വെക്ടർ ബി. എന്താക്കി, ഇതിനെന്താക്കി, ഇതാണ് വെക്ടർ ബി. ഇതിന്റെ റിസൾട്ട് എന്താ കാണണമെങ്കിൽ എന്താക്കും, നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ചെയ്യും. പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇതിന്റെ റിസൾട്ടന്റ് എന്താ, ഇതാണ് അതിന്റെ റിസൾട്ടന്റായ വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതിലല്ല, അതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും, ഇതാ ഒന്നുകൂടി കാണിച്ചത്. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്തു, അത് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഈ സെയിം പോയിന്റ് ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റ് കിട്ടും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്ത്, ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്താലും പാരലലോഗ്രാം വെച്ച് ചെയ്താലും ഏത് ലോ വെച്ച് ചെയ്താലും റിസൾട്ടന്റ് സെയിം ആയിരിക്കേണ്ടത്. സോ ഈ രണ്ട് വെക്ടറിന് നമ്മൾ ഒന്നുകൂടി ട്രയാങ്കിൾ ലോ വെച്ച് ഒന്നുകൂടി ചെയ്ത് നോക്കാം.
അവർ അത് പോട്ടറോ, നമ്മളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. നമുക്ക് മറ്റേത് വെച്ച് ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ ലോ വെച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം വെക്ടർ എനെ നമ്മൾ മാറ്റി വരച്ചു. ഇത് വെക്ടർ എ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. വെക്ടർ ബീനെ എങ്ങനെ വെക്കണം എന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞേ, ഹെഡ് ടു ടെയിൽ ഇൻ സെയിം ഓർഡർ എന്ന് വെച്ചാൽ ഹെഡ് ടു ടെയിൽ. ഇതിനെ ട്രാൻസ്ഫർ ചെയ്താൽ എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടൂലേ? ഇതാണെന്ത്? വെക്ടർ ബി. ഇതിനെ എന്താക്കണം എന്ന് പറഞ്ഞു? ഒരു ട്രയാങ്കിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. യെസ്, നമ്മൾ എന്താക്കി? ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു? ഇത് സെയിം ഓർഡർ അല്ല, ഓപ്പോസിറ്റ് ഓർഡർ എടുക്കണം എന്ന് വെച്ച്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സെയിം ഓർഡർ ആവും, ഇങ്ങനെ എടുത്ത് ഇത് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഓർഡർ ആവും. ഇതല്ലേ റിസൾട്ടൻ്റ് ആയ എ പ്ലസ് വെക്ടർ എ പ്ലസ് ബി? ഇതല്ലേ റിസൾട്ടൻ്റ് ആയ വെക്ടർ എ പ്ലസ് ബി? ഇതെന്നല്ലേ ഇതും? ഇതെന്നല്ലേ ഇതും? കാരണം നോക്ക്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ, അതിന്റെ ഡയറക്ഷൻ ഈക്വൽ. അങ്ങനെ നമ്മൾ ഏത് ലോ വെച്ച് ചെയ്യുന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നുള്ളതിനാണ്. കാരണം ആൻഡ് എന്താക്കി? ഇതെന്താക്കുക? പാരലൽ വെക്ടർ അടിച്ചാൽ നിങ്ങൾ എന്താക്കുക? പഠിക്കുക. വളരെ സിമ്പിൾ അല്ലേ? ഒന്നുകൂടി നോക്കി. ഇഫ് ടു വെക്ടേഴ്സ് ആക്ട് ഫ്രം സെയിം പോയിന്റ്. നമുക്കറിയാം, നമ്മൾ ആദ്യം ചിന്തിക്കണം നമുക്ക് എന്താണ് കാണേണ്ടത്? പാരലലോഗ്രാം. അതിന് എന്ത് വേണം? 2 വെക്ടർ. ആ വെക്ടർ എവിടെ നിന്ന് തുടങ്ങണം? സെയിം പോയിന്റിൽ നിന്ന് തുടങ്ങണം. സോ മൈൻഡിൽ നമ്മൾ ഓർഡർ പഠിച്ചു. ഇഫ് ടു വെക്ടേഴ്സ് ആക്ട് ഫ്രം സെയിം പോയിന്റ് ആർ റെപ്രസെന്റ് ആസ് ദ അഡ്ജസെന്റ് സൈഡ് ഓഫ് എ പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ അഡ്ജസെന്റ് സൈഡ് എന്ന് വെച്ചാൽ അടുത്ത് വരുന്ന സൈഡായിട്ട് തന്നെ അതിനെ കൊണ്ടുവച്ചു. ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലലോഗ്രാം. ഡയഗണൽ എന്ന് വെച്ചാൽ ഈ സാധനമാണ് ഡയഗണൽ. ഫ്രം ദാറ്റ് പോയിന്റ് ഗീവ്സ് ദ റിസൾട്ടന്റ്. അതേപോലെ തന്നെ മറ്റേ ട്രയാങ്കിളും നമ്മൾ അതുപോലെ തന്നെ പഠിച്ചാലേ എന്താ? ഇഫ് എ വെക്ടർ ബി തന്നിട്ടുണ്ടാവും, അതെന്താക്കുക? ഒരു ട്രയാങ്കിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിനെ എന്താക്കുക? ഓപ്പോസിറ്റ് ഓർഡറിൽ അതിന്റെ ഡയറക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ സംഗതി റിസൾട്ടന്റ് കിട്ടും. ഇതും റിസൾട്ടന്റ് കിട്ടി. പക്കായി വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൂടാ. ലെറ്റ്സ് ഗോ. എടാ, അടുത്ത നമ്മൾ പോകാൻ പോകുന്ന ടോപ്പിക് ഏതാ? നമ്മൾ ഇത്രയും എന്ത് ചെയ്തു? ബേസിക്സ് ആയിട്ടുള്ള വെക്ടർ പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ട്രയാങ്കിളോ പാരലലോ അത് പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് ബേസിക്സ് പഠിച്ചാൽ മാത്രമേ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കുമ്പോൾ എളുപ്പമാകാൻ പറ്റൂ. സോ അതിലേക്കാണ് പോകുന്നത്. എന്താടാ? അതാണെന്ത്? കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് കാണുന്നവർക്കറിയാം എന്താ കാർട്ടീഷ്യൻ പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും വരുന്ന പ്ലെയിനാണ് നമ്മൾ എന്ത് പറയുക? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറയാം. അതുവരെ പക്കാലോ. ഇതിൽ നമ്മൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് എന്ത് പറയാ? റെപ്രസെന്റേഷൻ ഓഫ് വെക്ടർ ഇൻ കാർട്ടീഷ്യൻ പ്ലെയിൻ. അത്രേ ഉള്ളൂ. നമ്മൾ തൽക്കാലം ഈ എക്സ് വൈ പ്ലെയിൻ്റെ അകത്ത് നമ്മൾ എ എന്ന് പറഞ്ഞ വെക്ടറിനെ കണക്ട് ചെയ്ത് എന്താക്കി? എ എന്ന് പറഞ്ഞ വെക്ടറിനെ നമ്മൾ എന്താക്കി നമ്മൾ എടുത്ത് ഈ എ എന്ന് പറഞ്ഞ വെക്ടർ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്താക്കി? ഒരു ടോർച്ച് അടിച്ച്. ഈ ടോർച്ച് അടിക്കുമ്പോൾ ഇവിടെ ഒരു നെഗല് വരുമല്ലോ, ഇതിന് ഒരു നെഗല് വരുമല്ലോ. ആ നെഗൽ എന്തായിരിക്കും? ഇതല്ലേ ആ നെഗല്? ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരല്ലേ ആ നെഗല്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ. എക്സ് കമ്പോണന്റ് ഓഫ് വെക്ടർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ എ എക്സ് എന്ന് പറയും. ഇത് വെക്ടർ എ ആണെങ്കിൽ ഇതിന്റെ എക്സ് കമ്പോണന്റ് നമ്മൾ എ എക്സ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. ഈ സഫിക്സ് എക്സ്. ഓക്കെ, ഇതേ ടോർച്ച് ലൈറ്റ് ഞാൻ എന്താക്കി? ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു. ഏതാ ടോർച്ച്? നല്ല ടോർച്ച് ആയിക്കട്ടോ. അപ്പോൾ ഇവിടെ ഒരു നെഗല് വരൂലേ? ഇതിന്റെ ഒരു നെഗല് അത് ഏകദേശം എങ്ങനെയാ വരിക? ഇതല്ലേ വരിക? ഇതല്ലേ അതിന്റെ നെഗല്? ഇതിനെന്ത് വിളിച്ചു? വൈ കമ്പോണന്റ് ഓഫ് വെക്ടർ എ. ഇതിനെ എക്സ് കമ്പോണന്റ് എന്നും വിളിച്ചു, ഇതിനെ വൈ കമ്പോണന്റ് എന്നും വിളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ, ഈ പച്ചമശി പോട്ടെ, നമുക്ക് അതിന് ആവശ്യമില്ല. സിംപ്ലി പറയുകയാണെങ്കിൽ എ വൈ, ഇത് എ എക്സും എ വൈ, ഇതാണ് അതിന്റെ വൈ കമ്പോണന്റ്, ഇതാ എക്സ് കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം എങ്ങനെ? വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ്. വെക്ടർ എക്സ് കമ്പോണന്റ് ആൻഡ് എക്സ് കമ്പോണന്റിന് ഏത് ഡയറക്ഷൻ? എക്സ് ആക്സിസ് നമ്മൾ പറയുന്ന ഡയറക്ഷൻ ഏതേനു? ഐ ക്യാപ്പ് വെച്ചിട്ടല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു. അതിന്റെ യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? ഐ ക്യാപ്പ്. എക്സ് കമ്പോണന്റിലുള്ള എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? ഐ ക്യാപ്പ്. അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. പ്ലസ് എ വൈ ഇൻ ഏതാ? വൈ ക്യാപ്പിന്റെ ഡയറക്ഷൻ്റെ അകത്തുള്ള സാധനം ഏതേനു? ജെ ക്യാപ്പ്. ഇതാണെന്ത്?
കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. കാർട്ടീഷ്യൻ പ്ലെയിനിൽ വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റാം. അതെന്താക്കി? എക്സ് കമ്പോണൻറ്റും ആൻഡ് വൈ കമ്പോണൻറ്റും. ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഒന്ന് 3 ഡയമെൻഷനിലായി ആലോചിച്ചേ. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എന്തുണ്ട്? സെഡ് ആക്സിസ് ഉണ്ട്. ഇനി വെക്ടർ ഇവിടെ ഇങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആക്സിസ് ഉണ്ട്, ഒന്നിങ്ങനെ ഒന്ന് ഇങ്ങോട്ടും. ഈ വെക്ടർ നമ്മൾ 3 ഡയമെൻഷനിൽ വെച്ചു, ഇങ്ങനെ വെച്ചു. അതിന് എന്തുണ്ട്? 3 ഡയറക്ഷൻ്റെ അകത്തും കമ്പോണന്റ് വരൂലേ? എന്തിലൊക്കെ? വെക്ടർ എന്നെ നമുക്ക് 3 ഡയറക്ഷൻ്റെ അകത്തുള്ള കമ്പോണന്റ് ആക്കി എങ്ങനെ മാറ്റാം? ax in i cap പ്ലസ് ay in j cap പ്ലസ് az എന്ന് വെച്ചാൽ സെഡിലുള്ള എന്റെ കമ്പോണന്റ് ഇൻ കെ ക്യാപ്പ്. ഇവിടെ എ സെഡ് എന്നുണ്ട്, ഇവിടെ എ സെഡ് ഇൻ കെ ക്യാപ്പ് എന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ എ സെഡ് എന്ന് വെച്ചാൽ എന്താ? ഇത് നമ്മൾ ഈ പ്ലെയിനിൽ മാത്രം എടുത്തുകൊണ്ട് എ സെഡ് 0 എന്നുള്ളൂ. അതിന് സെഡ് ആക്സിസിൽ കമ്പോണന്റ് ഇല്ല എന്നുള്ളൂ. ഇവിടെ 0 കെ ക്യാപ്പ് എന്നുണ്ട്, ബട്ട് 0 കെ ക്യാപ്പ് നമ്മൾ എഴുതുന്നില്ല എന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ മൂന്നാമത്തെ കേസിൽ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ സെഡിലും എന്തുണ്ട്? കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ട് എന്താക്കി? അതിനിങ്ങനെ പറഞ്ഞു. എങ്ങനെടാ? ഇങ്ങനെ അതിന്റെ സെഡിലും കമ്പോണന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെ പക്ക അല്ലേ? ഇത്രയാണ് എന്ത്? കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ. ഇങ്ങനെ കാർട്ടീഷ്യൻ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ കിട്ടി. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സിമ്പിൾ. മാഗ്നിറ്റ്യൂഡിന് നമ്മളെങ്ങനെയാണ്? വെക്ടർ എ ഇങ്ങനെ സൂചിപ്പിച്ച മാഗ്നിറ്റ്യൂഡിന് എങ്ങനെയായിരുന്നു സൂചിപ്പിക്കുക? നമ്മൾ ബേസിക്സ് പഠിച്ചു. ഇങ്ങനെ ഇപ്പുറം എന്തിട്ട് മോഡിട്ട് കഴിഞ്ഞാൽ മോഡുലസിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? റൂട്ട് ഓഫ് എ എക്സിന്റെ സ്ക്വയർ പ്ലസ് എ വൈയുടെ സ്ക്വയർ പ്ലസ് എ സെഡിന്റെ സ്ക്വയർ. ഇതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാർട്ടീഷ്യൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്ത വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. അതേ സ്ഥാനത്ത് ഇതാവുമ്പോൾ എന്താ വരിക? ഇങ്ങനെയാ തന്നിട്ടുള്ളൂ എങ്കിൽ, 2 ഡയറക്ഷനിലാത്ര തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ ഏതാ? മോഡുലസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. 2 സാധനം മാത്രമേ ഉള്ളൂ. സിമ്പിൾ. ഇങ്ങനെയാണ് എന്ത്? കാർട്ടീഷ്യൻ റെപ്രസെന്റ് ചെയ്ത് തന്നാൽ മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എന്താ ക്വസ്റ്റ്യൻ്റെ റെസ്റ്റർ? ഏയ് ഹവ്വ ഏയ് ഹവ്വ ഏയ് ഹവ്വ 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 ഏയ് ഹവ്വ ഏയ് ഹവ്വ ഏയ് ഹവ്വ ഹവ്വ ഹവ്വ. ഇത് മനസ്സിലായില്ലേ? എക്സ് കമ്പോണന്റ് എടുക്കുന്നത്, വൈ കമ്പോണന്റ് എടുക്കുന്നത്. ഏയ് ഹവ്വ ഏയ് ഹവ്വ ഏയ് ഹവ്വ 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 ഏയ് ഹവ്വ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ the vector is ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തരിക. ഈസ് ഗിവൺ ബൈ തന്നിരിക്കുന്നു. ഗിവൺ ബൈ വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i cap പ്ലസ് 4j cap പ്ലസ് 2k cap. ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണത് എന്ത്? ഇത് കാർട്ടീഷ്യനിൽ റെപ്രസെന്റ് ചെയ്തതാ ഒരു വെക്ടറിനാ. നമ്മൾ പറഞ്ഞു വെക്ടറിന്റെ റെപ്രസെന്റേഷൻ കാർട്ടീഷ്യനിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് എന്നുണ്ടാവുക. ഈ എ എക്സിന്റെ വാല്യൂ ആണ് എന്ത്? ഇവിടെ 3. എ വൈന്റെ വാല്യൂ ആണ് എന്ത്? ഇവിടെ 4. എ സെഡിന്റെ വാല്യൂ ആണ് എന്ത്? ഇവിടെ 2. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഞാൻ ഒന്ന് പൊതുവിലാക്കി, ഇവിടെ 3ന്റെ സ്ഥാനത്ത് 4 ആവാം 5 ആവാം, പൊതുവിലാക്കി റെപ്രസെന്റ് ചെയ്താണ് എന്ത്? ഇത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? സോ എങ്ങനെ എഴുതാ? എക്സാമിന് ആൻസർ എന്നൊക്കെ എഴുതിയിട്ട് എങ്ങനെ എഴുതാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ. ഇങ്ങനെ തന്നെ എഴുതിയോ? ഇഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് എഴുതി. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും എക്സാം കാണാൻ. എ എസ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന്. ഇനി ഇഫ് നിങ്ങളെ കാൽക്കുലേഷൻ തെറ്റിയെന്ന് വെച്ചോ, ഈ രണ്ടും എഴുതി വെച്ചതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു മാർക്കോ അല്ലെ 1.5 മാർക്ക് അല്ല 1 മാർക്ക് എന്തായാലും തരും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് വിട്ടുകളയേണ്ട. നിങ്ങൾ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ ഇവിടെ എഴുതി വെച്ചു. സോ നിങ്ങൾക്ക് എന്താവും? അത് 1 മാർക്ക് എന്തായാലും കിട്ടും. കാൽക്കുലേഷൻ തെറ്റിയാൽ 1 to 1.5 തന്നെ കിട്ടും. കാൽക്കുലേഷൻ ഫൈനലായിട്ട് എന്തെങ്കിലും തെറ്റ് വന്നാലും 1.5 മാർക്ക് കിട്ടും. സോ ഇനിയിപ്പോൾ ഹിയർ ആൻസർ വെക്ടർ എ ഈസ് ഈക്വൽ ടു ഇതിന്റെ എക്സിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 3. അപ്പം 3 സ്ക്വയർ പ്ലസ് എ വൈൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 4. അപ്പം 4 സ്ക്വയർ പ്ലസ് എ സെഡിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 2. അപ്പം 2 സ്ക്വയർ. ഇത് എത്രയാവും? റൂട്ട് ഓഫ് 9 പ്ലസ് 16 പ്ലസ് 4 എന്ന് വെച്ചാൽ എന്താ? റൂട്ട് 29 ആവും.
ഇത്രയേ ഉള്ളൂ. എന്ത് ഇങ്ങനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, വളരെ സിമ്പിളാണ്. ഇതെന്താക്കുക, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞത്, ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോയി കൂടെ, അടുത്തയിലേക്ക് പോവാം. മയക്കട്ടെ. എടാ നമ്മൾ ഇത്രയേറെ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ പാർട്ട് 1 ബേസിക്സ് പഠിച്ചു, അതിന്റെ പാർട്ട് 2 അത് അപ്ലൈ ചെയ്തു. എന്തിൽ? ട്രയാങ്കിളിലും പാരലലോഗ്രാം ലോയിലും, അത് രണ്ടിലും അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. കുറച്ചുകൂടി ബേസിക്സ് ആവശ്യമുണ്ട്. അതാണ് എന്ത്, നമ്മൾ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിച്ചില്ലേ? അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ട്. കാരണം അതിൽ നിന്ന് യൂണിറ്റ് വെക്ടേഴ്സ് നിന്ന് ന്യൂമറിക്കൽ ചോദിക്കും, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോകാൻ പോകുന്നത്. എന്തായിരുന്നടാ യൂണിറ്റ് വെക്ടർ? എന്തായിരുന്നു? ഒന്ന് യാതൊരാക്കും, ഒന്ന് ഓർമ്മിച്ചേ. യൂണിറ്റ് വെക്ടറിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതിന്റെ യൂസ് എന്താ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. അതിന്റെ യൂസ് എന്താ? വിച്ച് ഗീവ്സ് ഡയറക്ഷൻ. ഇതാണ് എന്ത്? യൂണിറ്റ് വെക്ടർ. സോ ഒരു വെക്ടറിന് എന്തൊക്കെ ഉണ്ട്? ഒരു വെക്ടറിന് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, എന്തുണ്ട്? ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, പക്കയാണ്, പെർഫെക്റ്റ് ആണ്, വെരി ഗുഡ്. ബട്ട് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ, എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? മോഡുലസ് ഓഫ് എ എന്നാണ് സൂചിപ്പിക്കുക. ഇനി ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയില്ലേ, ഇതെന്തായിരുന്നു സാധനം? ഇതാണ് എന്ത്? ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന്. ഈ എക്സ് വൈ സെഡിലെ ഈ എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്പ്, വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? ജെ ക്യാപ്പ്, ഈ സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് എന്ത്? കെ ക്യാപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ എന്താ? മോഡുലസ് ഓഫ് ഐ ക്യാപ്പ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ജെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കെ ക്യാപ്പ് ഈസ് ഈക്വൽ ടു എന്താ? 1 ആണ്. കാരണം അതിന്റെ ഞാൻ പറഞ്ഞു യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 1 ആണ്. മാഗ്നിറ്റ്യൂഡിനല്ലേ ഇത് സൂചിപ്പിക്കുക. അതിന്റെ 3ന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത് എക്സ് ആക്സിസിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഐ ക്യാപ്പും, വൈ ആക്സിസിലാണെന്ന് സൂചിപ്പിക്കാൻ ജെ ക്യാപ്പും, സെഡ് ആക്സിസിലാണെന്ന് സൂചിപ്പിക്കാൻ കെ ക്യാപ്പും. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ? യൂണിറ്റ് വെക്ടേഴ്സാ. ഇതിന്റെ ഡയറക്ഷൻ എല്ലാത്തിലും യൂണിറ്റ് വെക്ടേഴ്സിന് എങ്ങനെയാണ് സൂചിപ്പിക്കുക? അതിന്റെ ഡയറക്ഷന്റെ മുകളിൽ എന്തിടും? ഒരു ക്യാപ്പ് ഇടും. ഈ ക്യാപ്പിനെ വേണേൽ സൂം ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഈ വട്ടം താട്ടോ സൂം ചെയ്ത്, ഇതാണ് എന്ത്? കെ ക്യാപ്പ് അല്ല ക്യാപ്പ്. ഈ ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ അത് ഈ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. അതുപോലെ തന്നെ എന്റെ ഡയറക്ഷൻ്റെ അകത്തുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്ന അറിയോ? എന്റെ മോൾ എന്താക്കുക? ക്യാപ്പിട്ട് കഴിഞ്ഞാൽ, ഈ എന്റെ മോള് ക്യാപ്പിട്ട് കഴിഞ്ഞാൽ എന്തായി? അത് എന്റെ യൂണിറ്റ് വെക്ടറിനുള്ള റെപ്രസെൻറ്റേഷനായി. ഇങ്ങനെയാണ് ഒരു വെക്ടറിന് ഉണ്ടാവുക. എങ്ങനെ? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ഡയറക്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ വെക്ടർ എനെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? മോഡ് എ ഇൻറ്റു എ ക്യാപ്പ്, ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. ഈ മോഡ് എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ക്യാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ. ടീച്ചർമാരൊക്കെ എന്താ തൽക്കാലം എ എന്ന് വെച്ചാൽ എ ക്യാപ്പ്, എ ഇൻറ്റു എ ക്യാപ്പ്, ഇതെന്താണെന്നൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഞാനത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഇനി ഈ എ ഇൻറ്റു എ ക്യാപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഈ എ ക്യാപ്പ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളോട് ചോദിക്കുക ഫൈൻഡ് എ ക്യാപ്പ് എന്നാ. എ ക്യാപ്പ് കാണണം എന്താ ചെയ്യുക? എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഇതിങ്ങ് അടി പോയാൽ പോരെ, വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. ആ വെക്ടറിന്റെ ഓരോ വെക്ടറിനും ഓരോ യൂണിറ്റ് വെക്ടർ അല്ലേ? ആ യൂണിറ്റ് വെക്ടർ എന്ത് കിട്ടും? ഈ യൂണിറ്റ് വെക്ടറിന് ഇവിടെ വെച്ച് ഈ ഇൻറ്റു ഇപ്പുറം പോയി കഴിഞ്ഞാൽ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. സോ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് യൂണിറ്റ് വെക്ടർ കിട്ടും. കാരണം ഒന്നുമില്ല, നമുക്ക് എന്താക്കാം, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കൺഫ്യൂഷൻ തീരും മക്കളെ, നിങ്ങളെ കൺഫ്യൂഷൻ തീരും മക്കളെ എന്ന് വിളിക്കുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ സെയിം പ്രായട്ടോ, ഏകദേശം. എനിക്ക് ആകെ ചെറിയ വയസ്സാകുള്ളൂ. അപ്പോൾ മക്കളെ എന്ന് വിളിക്കട്ടെ. കാരണം പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ നിങ്ങളെ വൈബേരൊക്കെ മനസ്സിലാവും. ഇങ്ങനെ പിടിച്ച് വെച്ചിങ്ങനെ മുറുക്കി പിടിച്ചിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ല, അപ്പോൾ കൊണ്ട് പറ്റത്തൂല്ല. കുറേ കാലം ഇത് ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ട സംഭവമല്ലേ. സോ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് എന്താക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക. നിങ്ങളെ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഞാനെന്താണ്, ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കട്ടോ, നല്ല ഉന്മേഷ ചിന്ത ഉണർന്ന് വീശട്ടെ. എന്താക്കാം, ഞാനൊരു സ്റ്റുഡൻ്റാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവും. സോ എന്താക്കുക, ഭയങ്കര റിലാക്സ് ആയിട്ട് ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട്, ഞാൻ എപ്പോഴും പറയാൻ പോലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താക്കുക, എൻ്റർടൈൻഡ് ആയിട്ട് എന്താക്കുക, പഠിക്കുകയൊക്കെ ചെയ്യുക. എന്നാൽ നമുക്ക് പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ പഠിപ്പിക്കുന്നില്ലോ, ഞാൻ നന്നായി പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ ഭയങ്കര റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്താ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ തരും. പെട്ടെന്ന് നമ്മളെ സമയമില്ല. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ഇതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ചോദിക്കുക, എത്ര സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക ഇതിൽ നിന്ന് കേട്ടോ.
സിമ്പിളായിട്ട് വരുന്നതല്ല, നമ്മൾ അത്രയും ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആകുന്നതേ ഉള്ളൂ. ബട്ട് ഡിഫറെൻറ്റ് വേറൊരു കുട്ടി ഇത് കാണുന്നെങ്കിലോ ഇതെന്താ ക്വസ്റ്റ്യൻ, ഇതെന്താന്ന് വിചാരിക്കും. നമ്മളിത് കാണുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് എന്താകും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ്, ഒരു 3 ക്വസ്റ്റ്യൻ തരാം. ഡയറക്ഷൻ ഓഫ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്ഷൻ ഓഫ് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ 2 ഞാൻ ചെയ്യും, ആദ്യത്തെ 2 ഞാൻ ചെയ്യും. മൂന്നാമത്തത് എന്ത് ചെയ്യും, നിങ്ങൾ എന്താക്കും, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ മാത്രം ഇവിടുന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സുഖമില്ല കേട്ടോ. നിങ്ങൾ കൂടി ഇൻവോൾവ് ആകും. നിങ്ങൾ എന്താക്കുക, മൂന്നാമത്തെ ഉത്തരം കാണുന്നതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഉഷാറായോ നിങ്ങൾ. പിന്നെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് എക്സാം പേപ്പർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഡൗട്ട് അടിക്കും. കാരണം സ്വന്തമായിട്ട് ചെയ്ത് നോക്കാണ്ട് നമ്മളെ ബ്രെയിനിൽ അങ്ങ് കംപ്ലീറ്റ്ലി സ്റ്റോർ ആവില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഷോർട്ട് ടൈം മെമ്മറി ആയിട്ട് എല്ലാം സ്റ്റോർ ആയിട്ടുണ്ടാവും. അത് ലോങ് ടൈം നോക്കണം. നിങ്ങൾ ഈ മൂന്നാമത്തെ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1i cap plus 2j cap plus 3k cap. ഒരു വെക്ടർ A is equal to 1i cap plus 2 വെക്ടർ B is equal to എന്താ i cap minus j cap. വെക്ടർ C is equal to എന്താ i cap plus 2i cap plus 3j cap minus 4k cap. -4k cap ആട്ടോ. അതെന്താക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളോട് ചോദിച്ചാൽ ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ്റെ അകത്തുള്ളത്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ്റെ അകത്തുള്ളത്, ഈ വെക്ടറിന്റെ ഡയറക്ഷൻ്റെ അകത്തുള്ള യൂണിറ്റ് വെക്ടർ കാണാം. ഇതൊരു വെക്ടറാണല്ലോ, ഇങ്ങനെയുള്ള ഒരു വെക്ടറാണല്ലോ. ഇത് ഏതോ ഒരു വെക്ടറാ, ഇങ്ങനെയോ 3 ഡയമെൻഷനിലുള്ള വെക്ടറാ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വെക്ടറാ. ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ നിൽക്കുന്ന ഒരു വെക്ടറാ, ഇങ്ങനെ നിൽക്കുന്നത്. അതിന് എന്തുണ്ട്, ഇത്രയും കമ്പോണന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ യൂണിറ്റ് വെക്ടർ ഇത് തൽക്കാലം ഞാൻ 2 ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 രീതിക്ക് വരുന്ന യൂണിറ്റ് വെക്ടർ കാണാൻ നമ്മളോട് ചോദിച്ചത്. സോ ഇതിന്റെ ആൻസറിലേക്കാണ് പോട്ടെ. ആൻസർ ഓഫ് 1. യൂണിറ്റ് വെക്ടർ എങ്ങനെ എഴുതുക? AK is equal to വെക്ടർ A ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് A ആണല്ലോ എന്ത് യൂണിറ്റ് വെക്ടറിന്റെ ഇക്വേഷൻ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. വെക്ടർ A എന്താ, നമുക്ക് തന്നിട്ടുള്ള വെക്ടർ മോഡുലസ് ഓഫ് A എന്തായിരുന്നു? അതാ പറഞ്ഞത്. ഒക്കെ ഇതിനാവശ്യമുണ്ട്. AX² പ്ലസ് AY² പ്ലസ് AZ² അല്ലേ മോഡുലസ്. നമുക്ക് തന്നത് എന്താ, കാർട്ടീഷ്യൻ റെപ്രസെന്റേഷനിലല്ലേ തന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇതൊക്കെ പഠിച്ച വെറുതെയാണെന്ന് വിചാരിച്ചേ, ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ കറക്റ്റ് കാര്യം പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. കാരണം ഇതൊക്കെ പഠിച്ച് ഇത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയില്ലേ. ഈ മോഡുലസ് ഓഫ് A എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് A² പ്ലസ് AY² പ്ലസ് AZ². A² എന്താ, റൂട്ട് ഓഫ് AXന്റെ ഭാഗത്ത് എന്താ, ഇതെങ്ങനെയുള്ള റെപ്രസെന്റേഷനാ? A എന്ന് വെച്ചാൽ വെക്ടർ ഏനാ AXi cap പ്ലസ് AYj cap പ്ലസ് AZk cap എന്നുള്ള രീതിക്കാണ് എഴുതിയിരിക്കുന്നത്. സോ AXന്റെ ഭാഗത്ത് എന്താ 1² പ്ലസ് AYന്റെ ഭാഗത്ത് എന്താ 2² പ്ലസ് AY² ഉണ്ട്. AZന്റെ ഭാഗത്ത് എന്താ 3². ഇത് എത്രയാ? 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4 ആണ്, മറ്റേതിന്റെ 9 ആണ്. ഇതെന്താ റൂട്ട് 14 കിട്ടും. എന്ത് കിട്ടി നമുക്ക്? മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡ് A കിട്ടി. മോഡ് A റൂട്ട് 40 കിട്ടി. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ എഴുതേണ്ടത് AK is equal to ആദ്യം എന്ത് എഴുതാ, വെക്ടർ എഴുതാ 1i cap പ്ലസ് 2j cap പ്ലസ് 3k cap ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 40 നമുക്ക് കിട്ടി. ഇതിനെ കുറച്ചുകൂടി മൊഞ്ചാക്കിയിട്ട് എന്താക്കണം, യൂണിറ്റ് വെക്ടർ ആക്കി എഴുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ AK is equal to 1 ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യണം. കാരണം 1 + 2 + 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ എന്താ 1/4 പ്ലസ് 2/4 പ്ലസ് 3/4 ആ. അതുപോലെ തന്നെ ഓരോന്നിനും എന്താക്കണം, ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/√14 ബ്രാക്കറ്റ് ഇട്ടിട്ട് i cap പ്ലസ് 2/√14 ബ്രാക്കറ്റ് ഇട്ടിട്ട് j cap പ്ലസ് 3/√14 k cap. ഇത്രയേ ഉള്ളൂ എന്ത് ഇതിന്റെ യൂണിറ്റ് വെക്ടർ. ഇങ്ങനെ എക്സാമിന് ചോദിക്കുക. വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങൾ ഹാപ്പി ആയില്ലേ? വെള്ളേ നിങ്ങൾ ഹാപ്പി ആയില്ലടാ? നിങ്ങൾ ഹാപ്പി ആയില്ലടാ? പക്ക ആയില്ലേ? ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്ത് നോക്കുമ്പോ പക്ക ആവും. ഇങ്ങനെയാണ് എന്താക്കുക, സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ തന്ന്, വെക്ടർ ബിന്റെ യൂണിറ്റ് വെക്ടർ ബിന്റെ യൂണിറ്റ് വെക്ടർ ആണ് നമ്മൾ ചോദിച്ചത്. വെക്ടർ ബിന്റെ യൂണിറ്റ് വെക്ടർ പറഞ്ഞാൽ അങ്ങനെ സൂചിപ്പിക്കുക, ബി നമ്മൾ ഒരു ക്യാപിറ്റൽ യൂണിറ്റ് വെക്ടറായി എന്താ ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. വെക്ടർ എ എന്ന് വെച്ചാൽ ഞാനൊരു ജനറൽ ആയിട്ട് എടുത്തതാ, വെക്ടർ ബി അതൊരു ജനറൽ ആയിട്ടുള്ള സാധനം തന്നെ അല്ലേ. ഇതാണ് എന്ത് യൂണിറ്റ് വെക്ടർ ആണ് ഇക്വേഷൻ. സോ വെക്ടർ ബിന്റെ മോഡുലസ് കണ്ടോ, മോഡുലസ് ഓഫ് വെക്ടർ ബി എന്താ റൂട്ട് ഓഫ് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ, 1ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എ വൈ എന്താ, എ വൈ എന്ന് വെച്ചാൽ മൈനസ് 1ന്റെ സ്ക്വയർ മൈനസ് 1. ഇവിടെ എ വൈ എന്താ, എ വൈന്റെ ടേം എന്താ -1 അല്ലേ ഇവിടെ ഉള്ളത്, ഇത് എ വൈന്റെ ടേം അല്ലേ, അതൊക്കെ പക്കല്ലേ. അപ്പൊ ഇതെങ്ങനെയാ വരിക, 1ന്റെ സ്ക്വയർ 1 തന്നെ മൈനസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ ഉത്തരം എന്ത് കിട്ടും, √2 കിട്ടും. അതെന്താ മോഡ് ബി ആണ് √2. പക്കായില്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചത് ബി ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്ടർ ബി ഡിവൈഡഡ് ബൈ ഇത് വെക്ടർ ബി എന്താ ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ √2. ഈ ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ 1 ഐ ക്യാപ്പ് അല്ലേ, ആ 1 എഴുതിയിട്ടല്ലേ -1 ജെ ക്യാപ്പ് എന്നല്ലേ. അപ്പൊ ഇത് നമുക്ക് എന്താക്കാം, 1/√2 ഐ ക്യാപ്പ് മൈനസ് 1/√2 ജെ ക്യാപ്പ്. ഇതാണ് എന്ത് യൂണിറ്റ് വെക്ടർ ഓഫ് ബി. ഈ സാധനമാണ് എന്ത് യൂണിറ്റ് വെക്ടർ ബി. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കൂ. സോ ഇത് നിങ്ങൾക്ക് ചെയ്തൂടെ, ഇത് നിങ്ങൾ എന്താക്ക് കമന്റ് ഇട് അല്ലേ, മുണ്ടൂല കേട്ടോ എന്താക്കുക കമന്റ് ഇടുക. ഇത് പക്കല്ലേ, നമുക്ക് അടുത്തതിലേക്ക് പോയിക്കൂടെ. അടുത്തത് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, എന്ത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. എടാ നിങ്ങൾ കമന്റ് ഇട്ടിട്ടില്ലേ, കമന്റ് ഇട്ടില്ലെങ്കിൽ കമന്റ് ഇട്ട് പോയിട്ട് അടുത്തെന്താടാ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. എന്താ ഇത് എന്നൊന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിളാണ്. എന്താ ഇത് എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. എൻ്റെ ഹാൻഡ് റൈറ്റ് ഒന്നും കണ്ട് നിങ്ങൾ ഒന്ന് വിചാരിക്കണ്ട കേട്ടോ. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, സിമ്പിളാ. നേരത്തെ നമ്മൾ പറഞ്ഞു എന്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ട്, അത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. നമ്മൾ എന്താക്കി ഒരു വെക്ടർ വരച്ചു, ആ വെക്ടർ നമ്മൾ എ എന്ന് എടുത്തു, ഇതുവരെ വരച്ചു. എന്നിട്ട് എന്താക്കി ഇവിടുന്ന് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പോണൻറ്റ് കിട്ടും. ആ കമ്പോണൻ്റ് ആണ് എന്ത് എക്സ് കമ്പോണൻറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പോണൻറ്റ് കിട്ടും. ആ കമ്പോണൻ്റ് ആണ് എന്ത് എ വൈ, അഥവാ വൈ കമ്പോണൻ്റ് ഓഫ് എ. അത്രയേ നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് ഇതും എത്രയാന്ന് ഇങ്ങനെ മാത്രം തന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? നമുക്ക് മറ്റേത് എ വൈ എന്താ എ എക്സ് എന്താന്ന് ഡയറക്റ്റ് തന്നു. ഇവിടെ നമുക്ക് വെക്ടർ മാത്രമേ തരൂ എന്നുള്ളൂ വെച്ചോ, ഈ വെക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല റെപ്രസെന്റേഷൻ, കാർട്ടീഷ്യൻ റെപ്രസെന്റേഷൻ ഇങ്ങനെ ചെയ്തു. ഇവിടെ നമുക്ക് ഈ എക്സ് ആക്സിസിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ് തന്നു വെച്ചോ ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എടുത്തു നോക്ക്, ഇവിടുത്തെ കോസ് തീറ്റ എത്രയാ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടുത്തെ കോസ് തീറ്റ എത്രയാ? കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്താ എ എക്സ് അല്ലേ, ഡിവൈഡഡ് ബൈ എ അല്ലേ കിട്ടുക. ഇതാണ് കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടുത്തെ സൈൻ തീറ്റ എടുത്തേ. സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ, ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. ഈ സൈഡ് എന്താ, ഈ സൈഡ് അല്ലേ ഇതന്നെ, ഈ ലെങ്ത് തന്നെയല്ലേ ഈ ലെങ്ത്, അതെന്താ എ വൈ അല്ലേ. ഇത് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസാ എന്ന് വെച്ചാൽ എ വൈ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അഥവാ വെക്ടർ എ. ഹൈപ്പോട്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താ, ഇതെന്താ വെച്ചാൽ എന്താ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വെച്ചാൽ എന്താ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഈ സാധനം എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് അല്ലേ. യെസ്, അതുകൊണ്ട് എ എന്ന് എഴുതി. ഓക്കെ, ഇതുവരെ ഓക്കെ. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്താ, എ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങോട്ടേക്ക് മാറ്റിക്കൂടെ, എ കോസ് തീറ്റ എന്ന് കിട്ടുമോ? ഇവിടെ എ വൈ ഈസ് ഈക്വൽ ടു എ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എ സൈൻ തീറ്റ എന്ന് കിട്ടുമോ? എന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ആയി, അത്രേ ഉള്ളൂ. ഇതാണ് എന്ത്, രണ്ട് കമ്പോണൻറ്റും കാണാനുള്ള എന്ത് ഇക്വേഷൻ. മനസ്സിലായില്ല? നമുക്ക് വെക്ടർ എ തന്നു, അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് എന്ന് വെച്ചാൽ എത്രയാ, എ കോസ് തീറ്റയും ഈ കമ്പോണന്റ് എത്രയാ,
ഈ കമ്പോണന്റ് എ സൈൻ തീറ്റയുമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി, നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടൂലേ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ തീറ്റ ഉണ്ടാക്കുന്ന മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് ഇവിടുത്തെ തീറ്റ തന്നേന്ന് വെച്ചോ, ഇവിടുത്തെ തീറ്റ തന്നേന്ന് വെച്ചോ, ഈ തീറ്റയാണ് തന്നേന്ന് വെച്ചോ, ഈ തീറ്റ വരുന്ന ഭാഗമില്ലേ അതായിരിക്കും എന്ത് കോസ് കമ്പോണന്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതെന്താവും എ കോസ് തീറ്റ ആവും, ഇവിടെ എന്താവും ഇത് എ സൈൻ തീറ്റ ആവും. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഈ തീറ്റ എവിടുന്നാ തരുന്നത് നിങ്ങൾക്ക് ചോദിക്കും. എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഇവിടുത്തെ എ കോസ് തീറ്റ എന്ന് തന്നെ എഴുതുക. ഇതിപ്പം വൈ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നേന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ വൈൻ്റെ അടുത്തുള്ള ടേം ആയിട്ട് എന്ത് വരും, കോസ് ടേം വരും. തീറ്റ എവിടെയാ വരുന്നത് അതിന്റെ ടേം എന്താവും, കോസ് ആവും, എ കോസ് തീറ്റ ആവും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെയാ തീറ്റ വന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് എ കോസ് തീറ്റയും ഇത് എ സൈൻ തീറ്റ ആയിരിക്കും. അതേ സ്ഥാനത്ത് ഇങ്ങനെയാ തീറ്റ തന്നെങ്കിൽ, ഇവിടെയാ തീറ്റ തന്നെങ്കിൽ ഇതായിരിക്കും എ കോസ് തീറ്റേൻ്റെ ടേം, ഇതായിരിക്കും എ സൈൻ തീറ്റേൻ്റെ ടേം. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കോളും. സോ നമുക്ക് എന്താക്കാം, അയച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാ. എടാ ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കട്ടോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, മനസ്സിലായില്ലടാ, സിമ്പിളാ, അത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നല്ല മഴയുണ്ട് വരുന്നുണ്ടമ്മാരെ, എന്താ ചെയ്യാ, ദുആ ചെയ്യാന്നല്ലാണ്ട്. നമുക്ക് തന്നിക്ക് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് force is given by magnitude of force is given by 10 Newton. നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം ഇരുന്ന് ചെയ്യുക, ന്യൂമറിക്കലി ചെയ്യുന്നതൊക്കെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര നേരമുള്ള ചെയ്തില്ലേ, അതുപോലെ തന്നെ സിമ്പിളാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ 10 Newton. ഫൈൻഡ് എന്താ എക്സ് കമ്പോണൻ്റ് ആൻഡ് വൈ കമ്പോണൻ്റ് യൂസിങ് ഫിഗർ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഉപയോഗിച്ച് അതിന്റെ എക്സ് ഇതെന്ന് വെച്ചാൽ എന്താ, ഫോഴ്സിന്റെ എക്സ് കമ്പോണന്റ് ആൻഡ് ഫോഴ്സിന്റെ വൈ കമ്പോണന്റ് കാണാന്ന്. ഏതാ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫോഴ്സ്, അത് എത്രയാ 10 ന്യൂട്ടൺ ആണ്. ഇതുണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നു, തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി തന്നു. ഇത്രയാ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് എന്താ കണ്ടത്, ആൻസർ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടത് എഫ് എക്സ് ആൻഡ് എഫ് ഐ ആണ് കണ്ടത്. ഓക്കെ, എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ, ഇതെത്രയാ എഫ് കോസ് തീറ്റയും ഇതെന്താ ഇതിന്റെ തീറ്റേന്റെ ടേം അല്ല ഇവിടെ ഉള്ളത്. അപ്പൊ എക്സ് കമ്പോണന്റ് ഇത് വൈ കമ്പോണന്റ് ഇതെത്രയാ എഫ് സൈൻ തീറ്റ അല്ലേ, കാരണം തീറ്റ പിടിയായതുകൊണ്ട് ഇത് എഫ് തീറ്റ സൈൻ തീറ്റ, ഇത് എഫ് കോസ് തീറ്റ. എഴുതിക്കോ, വളരെ സിമ്പിളാ. എഫ് കോസ് തീറ്റ, ഇവിടെ എഫ് സൈൻ തീറ്റ. എഫിന്റെ വാല്യൂ നമുക്ക് തന്നു, എഫ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെയോ ഓർ നോർമലി എഫ് ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടും മാഗ്നിറ്റ്യൂഡാന്ന് അർത്ഥം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്താട്ടോ, അതൊക്കെ നമ്മൾ ആദ്യ ബേസിക്സ് പഠിച്ചതാ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. 10 ന്യൂട്ടൺ ഇൻറ്റു കോസ് തീറ്റേന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കോസ് 30 എത്രയാ, നമ്മൾ മറ്റേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, തുടക്കം ഞാൻ സിമ്പിൾ മാത്സ് ട്രിക്ക് പഠിപ്പിച്ചിരിക്കുക. എന്ത്, തീറ്റേൻ്റെ വാല്യൂ 30 ആണെങ്കിൽ എങ്ങനെ കാണുന്നുള്ളത്. ഇതെന്താ വീണമാണ്, ഇതാ കോസ് 30 ആണെങ്കിൽ അത് കാണാത്തവർ ഞാൻ എന്താക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാത്തട്ടം കൊടുക്കുക. അതെന്താക്കുക, അത് പോയി കാണാം. അത് 12 മിനിറ്റുള്ള കുഞ്ഞു വീഡിയോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കോസ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, എനിക്ക് സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടിയല്ലോ, √3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 5√3 കിട്ടും. കാരണം എന്താ വെച്ചാൽ എന്താ, ഇത് 2 വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും, 5√3. അടുത്ത എഫ് സൈൻ തീറ്റ, എഫ് എത്രയാ 10 സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ന് 1/2 എന്താ വെച്ചാൽ എത്ര കിട്ടുക, ഇത് വെട്ടിക്കഴിഞ്ഞാൽ 5 ന്യൂട്ടൺ എന്നും അതിൻ്റെ എക്സ് കമ്പോണന്റ് 5 ന്യൂട്ടൺ എന്നും വൈ കമ്പോണന്റ് എക്സ് കമ്പോണന്റ് 5√3 ന്യൂട്ടൺ എന്നും വൈ കമ്പോണന്റ് 5 ന്യൂട്ടൺ എന്നും കിട്ടും. ഞാൻ ഇപ്പം ചെയ്തത് ഈ സൈൻ തീറ്റേൻ്റെയും കോസ് തീറ്റേൻ്റെയും വാല്യൂ കാണേണ്ട ട്രിക്ക് ഞാൻ എന്താക്കാം ഡിസ്ക്രിപ്ഷനിലായിട്ടും കൊടുക്കാം. നിങ്ങൾ എന്തായാലും പോയെന്ന് കാണാം. നിങ്ങൾക്ക് വളരെ സമയം ലാഭിക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഇതിന് നമുക്ക് ഒന്നുകൂടി ഫൈനലൈസ് ചെയ്ത് എങ്ങനെ എഴുതാ, വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഐ ക്യാപ്പ് അല്ലേ പ്ലസ് എഫ് ഐ ജെ ക്യാപ്പ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ വെക്ടർ ആക്കി എഴുതാ, ഒന്ന് ആലോചിച്ച് നോക്കി. എഫ് എക്സ് എത്രയാ 5√3 ഐ ക്യാപ്പ് പ്ലസ് 5 ജെ ക്യാപ്പ്, ഇങ്ങനെ വെക്ടർ ആക്കി എഴുതാ. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് കിട്ടണ്ടേ,
ഇത് കിട്ടണ്ടേ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് കിട്ടുകയാണെങ്കിൽ ഇതാ നമുക്ക് വെക്ടർ കിട്ടി, അതിന്റെ എക്സ് കമ്പോണന്റും കിട്ടി, വൈ കമ്പോണന്റും കിട്ടി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? √(fx² + fy² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 10 കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇത് മെത്തേഡ് മൊത്തം ശരിയാണെന്ന് തിരിയൂ. ഇത് ക്വസ്റ്റ്യനാകത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന. നിങ്ങൾ വിചാരിക്കും ഈ വെക്ടറിനാ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് നമ്മൾ 2 കമ്പോണന്റ് ആക്കി എഴുതിയെന്നുള്ളൂ. പക്ഷേ അത് വെക്ടർ മാറുന്നില്ല എന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം √f = fx-ന്റെ സ്ക്വയർ എത്രയാ? 5 × √3². 5ന്റെ സ്ക്വയർ 25, √3ന്റെ സ്ക്വയർ 3 തന്നെ, പ്ലസ് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. 5ന്റെ സ്ക്വയർ എത്രയാ? 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 75 + 25 √100. √100 എത്രയാ? 10. 10 കിട്ടിയോ? അതാ പറഞ്ഞത്, ഫിസിക്സ് ഈസ് ലോജിക്കലി കറക്റ്റ്. നമുക്ക് ഫിസിക്സിൽ എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റും. സോ നമുക്കിങ്ങനെ ഈ ലോകത്ത് യൂണിവേഴ്സിറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഫിസിക്സ് വെച്ച് ഉത്തരം കൊടുക്കാൻ പറ്റും. ഫിസിക്സ് ലോജിക്കലി വളരെ കറക്റ്റാണ് എന്നല്ലേ ഇതിപ്പോൾ ശരിവെക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് കമ്പോണന്റ് ആക്കി, കമ്പോണന്റിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് കണ്ടുനോക്കുമ്പോൾ ഇത് തന്നെ കിട്ടി. സോ ഇതും ശരിയാണെന്ന് അർത്ഥം, ഇതും ശരിയാണെന്ന് അർത്ഥം, ഒക്കെ ശരിയാണെന്ന് അർത്ഥം. ഇത് മാത്രമേ ഉള്ളൂ എന്ത്? റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. നമ്മൾ എന്താക്കി? ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്താക്കുക ഇനി? ഇതിൽ നിന്ന് കുറേ ന്യൂമറിക്കലൂടെയും ചെയ്യാം. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. നിങ്ങൾ എന്താക്കുക? ആദ്യത്തെ ഒരു 3 ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. കാരണം നിങ്ങളത് ചെയ്യുക. അത്ര സിമ്പിളാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എടാ നമ്മൾ ഇത്രയേറെ എന്താക്കിടാ? നമ്മൾ ക്ലാസ് കേട്ടു, ന്യൂമറിക്കൽസ് സിമ്പിൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു, അതിൽ നിന്ന് ബേസിക്സ് പഠിച്ചു, മൊത്തത്തിൽ ചെയ്തു. ഇനി നമുക്കിത് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്താക്കിയത്? ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താക്കുക? കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താ അറിയുക? നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 ഉപയോഗം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം തെറ്റി, നിങ്ങളിപ്പോൾ എക്സാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തെറ്റി, അതെന്താക്കുക? നിങ്ങൾ തെറ്റാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? കമൻറ്റ് ചെയ്ത് തെറ്റി, അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ത്? ഇതാ ശരി. അപ്പോൾ നിങ്ങൾ എവിടെയോ ഒരു മിസ്റ്റേക്സ് വന്നല്ലോ, അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ആ മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും വരുത്താണ്ട് നിൽക്കും. സോ നിങ്ങൾക്ക് എന്താകും? നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതെന്താകും? കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഇതിപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക്, ആ കുട്ടിക്ക് എന്താക്കും? മനസ്സിലാവും ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉത്തരം കിട്ടുമല്ലോ. സോ ഇത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടാവണം. സോ നിങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിവ് കൊടുക്കുക, നിങ്ങൾ കിട്ടുന്ന അറിവ് എടുക്കുക. സോ അതിൽ ആർക്കും നഷ്ടമില്ല, എല്ലാവർക്കും ലാഭമല്ലേ ഉള്ളൂ. സോ എന്താക്കുക? അതെന്തായാലും നിങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്ത് പറഞ്ഞതിനെങ്കിലും നിങ്ങൾ എന്താക്കുക? അതൊന്ന് കാണിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. അടുത്തതാക്കാം ഈ ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവലുള്ളതാണ്. ബട്ട് നമുക്ക് ഇതൊക്കെ ഒരു വിഷയമാണോടാ? സിമ്പിൾ അല്ലേ? എ വെക്ടർ ഓഫ്, ഇത് ഞാൻ വായിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. എ വെക്ടർ ഈസ് ഗിവൺ ബൈ എ ഈസ് ഈക്വൽ ടു 9i + 10j. ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 6i - 8j. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റിസോൾവ് എ 10 യൂണിറ്റ് വെക്ടർ അറ്റ് ദ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ കമ്പോണൻസ്. ഒന്നുമില്ല, ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് 10 യൂണിറ്റ് വെക്ടർ ഉള്ള ഒരു വെക്ടർ ഇവിടെ ഉണ്ട്, അല്ല 10 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടർ ഉണ്ട്. അത് ഇത്രയാക്കി, ഇതിന്റെ ആംഗിൾ എത്ര? എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? വൈ ആണ്. ഈ കമ്പോണന്റ് എത്ര? ഈ കമ്പോണന്റ് എത്ര? ഈ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്, നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ വെക്ടർ ഓഫ് 15 ന്യൂട്ടൺ ലൈസ് ഇൻ ദ 4th ക്വാഡ്രന്റ്. നമ്മളോട് ക്ലാസ് ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തറിയാം? ഇത് ഏതാ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്. ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഞാൻ മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞ് ട്രിഗണോമെട്രീന്റെ വീഡിയോ ഇട്ടേക്ക്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താ, സെക്കൻഡ് ക്വാഡ്രന്റ് എന്താ, തേർഡ് ക്വാഡ്രന്റ് എന്താ, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് കാണട്ടോ, എന്നാൽ നിങ്ങൾക്ക് ബേസിക്സ് മനസ്സിലാവും. സോ ഇത് 4 ക്വാഡ്രന്റ്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. മേക്കിംഗ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ബിലോ എന്ന് വെച്ചാൽ ഫോർത്ത് ക്വാഡ്രന്റ് ബിലോ ഒന്നും വേണ്ട, ഇല്ല, എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ എ വെക്ടർ 10 ന്യൂട്ടൺ ലൈസ് ഇൻ ദ 4th ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് ആണുള്ളത് എക്സ് ആക്സിസുമായിട്ട്. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ? ഇതാണ് 45 ഡിഗ്രി ആംഗിൾ. ഇവിടെ മാത്രമല്ല എക്സ് ആക്സിസുമായിട്ടാണ് ഉണ്ടാക്കുന്നത് 45 ഡിഗ്രി. ഏറോ മാർക്ക് ശ്രദ്ധിക്കണം, എക്സ് ആക്സിസുമായിട്ട് ഇങ്ങോട്ടാണ് ഉണ്ടാക്കുന്നത് 45 ഡിഗ്രി. ഫൈൻഡ് ഇറ്റ്സ് കമ്പോണന്റ്. നമുക്ക് എന്താ കാണേണ്ടത്? ഇത് തന്നിട്ടുണ്ട്, എത്രയാ? 15 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഈ കമ്പോണന്റും കാണണം, ഈ കമ്പോണന്റും കാണണം.
ഇതാണ് എന്ത് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇത് -y, ഇത് -x. അത് മൈൻഡിൽ ഉണ്ടായിരിക്കുക. നമുക്ക് എന്താ കാണേണ്ടത്? കമ്പോണൻ്റാ കാണേണ്ടത്. എക്സ് ആക്സിസിലുള്ള കമ്പോണൻ്റ് എന്താ? എക്സ് ആക്സിസിലെ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ വെക്ടർ ഇൻറ്റു കോസ് കമ്പോണൻ്റ്. വെക്ടർ കാരണം എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാകുന്ന കോസ് കമ്പോണൻ്റ് അല്ലേ 15 കോസ് തീറ്റ. വൈ ആക്സിസ് വൈ കമ്പോണൻ്റ് എന്താ? ഇതല്ലേ വൈ കമ്പോണൻ്റ്. അത് നമ്മളെങ്ങനെ എഴുതുന്നു? എ എന്ന് പറഞ്ഞ അല്ല, എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്ന് എഴുതിയില്ലേ? തീറ്റയുള്ള ഭാഗത്തിനാ ഇതാണല്ലോ തീറ്റയുള്ള ഭാഗം. അതാണ് കോസ് തീറ്റേൻ്റെ കമ്പോണന്റ്, ഇതാണ് സൈൻ തീറ്റേൻ്റെ കമ്പോണന്റ്. അപ്പോൾ 15 സൈൻ തീറ്റ. ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരച്ചതെങ്കിൽ ഇത് 45 ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 45 ആണ്. അതേ സ്ഥാനത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തത്. ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ തീറ്റ മൈനസ് ആക്കി എടുക്കണം. കാരണം ഇങ്ങനെയാ വാല്യൂസ് എടുക്കുന്നതെങ്കിൽ, ഇങ്ങോട്ടാ വാല്യൂസ് എടുക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ എത്തുമ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയോ? ഇത് 315 ഡിഗ്രിയാണ് വരിക. കാരണം ഇത് എത്രയാ? 180 പ്ലസ് 90 270 പ്ലസ് 45 315 ഡിഗ്രിയാണ് വരിക. ഇങ്ങനല്ല നമ്മളിപ്പോൾ എടുത്തത്, നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് എടുത്തത്. കാരണം എന്ന് വെച്ചാൽ എന്താ? മേക്കിംഗ് ആംഗിൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞിക്ക്. സോ ഈ ആംഗിൾ 45 ആയിട്ടാണ് എടുത്തത് നമ്മൾ. ഈ ആംഗിൾ 45 ആയിട്ടാണ്. സോ അവിടെ -45 ഡിഗ്രി എടുക്കുക. ഓർ തീറ്റ എത്ര എടുക്കുക? ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് തന്നെ എടുക്കുക. ഇങ്ങനല്ല ഉള്ളത്, ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഈ ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇത് 315 ഡിഗ്രിയും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് 45 ഡിഗ്രിയാ. സോ ഇതാ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ -45 എടുക്കുക. റിട്ടേൺ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്താക്കുക? 350 ഡിഗ്രി പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവും, ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ടും എടുക്കണം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 2 പേര് കൊടുത്താലും ശരി കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു കോസ് -45 ഡിഗ്രി. അപ്പോൾ അതെന്ത് കിട്ടും എന്ന് വെച്ചാൽ 15 ഇൻറ്റു 1/√2 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 15 കോസൈൻ -45 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടുമെന്ന് അറിയാം? 15 ഇൻറ്റു -1/√2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതേ സ്ഥാനത്ത് വിടാം 350 കൊടുത്തു കഴിഞ്ഞാലും ഈ വാല്യൂ തന്നെയാണ് കിട്ടുക. 350 കൊടുത്തു കഴിഞ്ഞാലും ഈ വാല്യൂ തന്നെ കിട്ടുക. സിമ്പിൾ അല്ലേ? ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ തീറ്റ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. സോ മനസ്സിലായില്ലേ? നോട്ട് ചെയ്തില്ലേ? അതൊക്കെ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ആൻസർ ചെയ്യുക. ഓക്കെ, സെറ്റ്. എ ബ്ലോക്ക് ഈസ് പുൾഡ് വിത്ത് ഫോഴ്സ് 50 ന്യൂട്ടൺ അറ്റ് ദ ആംഗിൾ 60 ഡിഗ്രി എബോവ് ദ ഹൊറിസോണ്ടൽ. ഞാൻ ഇത് മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഇതുകൂടിയും ക്വസ്റ്റ്യൻ എഴുതിയത്. വരച്ചു. എ ബ്ലോക്ക് ഈസ് പുൾഡ്, ഒരു ബ്ലോക്ക് വലിച്ചു എന്നുള്ളതാണ്. അത് ഒന്നുമില്ല, ആ കമ്പോണന്റ് ഫോഴ്സ് 60 ഡിഗ്രി ആയിട്ട് വലിച്ചു. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ ഇതും, വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഇതുവാ. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കി. ഇവിടെ 4th ക്വാഡ്രന്റ് എന്നൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ എടുക്കാം. പുൾഡ് വിത്ത് ഫോഴ്സ് 50 ന്യൂട്ടൺ, ഇത് 50 കിട്ടി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി 60 ഡിഗ്രി. ദ ഹൊറിസോണ്ടൽ കാൽക്കുലേറ്റ് ദ കമ്പോണന്റ്. എക്സ് കമ്പോണന്റ് എത്രയാ? ഇത് വെക്ടർ ഇതിപ്പോൾ ഒരു ഫോഴ്സ് ആയതുകൊണ്ട് എഫ് എടുത്ത്. അപ്പോൾ എഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഫോഴ്സ് ആയതുകൊണ്ട് എഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു കോസ് തീറ്റ. അതാണ് എന്ത്? ഇത് തീറ്റേൻ്റെ കമ്പോണൻ്റ് ആണ്. കോസ് ആയിട്ട് എടുക്കുക. എഫ് വൈ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു സൈൻ തീറ്റ. സിമ്പിൾ. ഇവിടെ മോഡുലസ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 തന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ 5 ഇട്ട്. ഇതെത്രയാ? എഫ് എത്രയാ? 50 ഇൻറ്റു കോസ് 60 ഡിഗ്രി. ഇവിടെ എത്രയാ? ഇത് എത്രയാ? 50 ഇൻറ്റു സൈൻ 60 ഡിഗ്രി. ഇതെത്ര കിട്ടും? സൈൻ 60 കോസ് 60 എന്ന് വെച്ചാൽ ഇതെത്രയാ? 30 60 അല്ല 30 40 60. കോസ് എത്രയാ? ഇതെത്ര കിട്ടും എന്ന് വെച്ചാൽ എഫ് എക്സ് എത്ര കിട്ടും എന്ന് വെച്ചാൽ 50 ഇൻറ്റു കോസ് 160 1/2 കിട്ടും. അതെത്രയാ? 25 ന്യൂട്ടൺ എന്നും. എന്ന് വെച്ചാൽ എഫ് എക്സ് ഈക്വൽ ടു 25 ന്യൂട്ടൺ എന്നും കിട്ടി. അത് കാണുമോ? അത് കാണില്ല കേട്ടോ. എഫ് എക്സ് എത്ര കിട്ടും? 50 ഇൻറ്റു 1/2 കോസ് 60 എന്ന് വെച്ചാൽ 1/2 അത് എത്ര കിട്ടും? 25 ന്യൂട്ടൺ കിട്ടും. സൈൻ 60 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ ഇതെത്ര കിട്ടും? 50 ഇൻറ്റു √3/2 എന്ന് വെച്ചാൽ 25 √3 എന്ത് കിട്ടും? ന്യൂട്ടൺ എന്ത് കിട്ടും? അതിൻ്റെ വൈ കമ്പോണന്റ് കിട്ടും. എക്സ് കമ്പോണന്റ് 25 കിട്ടും. ഇത്രയേ ഉള്ളൂ. എന്താ
ഈ ടോപ്പിക്ക് നാളെ നമ്മൾ എന്തെടുക്കും അനലിറ്റിക്കൽ മെത്തേഡ് എടുക്കും. ഇതൊക്കെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്താണ്. ഇത് വരച്ച് ചെയ്തതല്ലേ, ഇതൊക്കെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മൾ നാളെ അനലിറ്റിക്കൽ മെത്തേഡും പ്രൊജക്റ്റൈൽ മോഷനും അതിന്റെ ഡെറിവേഷനും അതിന്റെ ന്യൂമറിക്കലും ചെയ്ത് നമ്മൾ 3rd ചാപ്റ്റർ എന്താക്കും, നാളെ കൊണ്ട് എന്താക്കും, പക്കാ കംപ്ലീറ്റ് ആക്കും. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താക്കുക, നിങ്ങൾ എന്താക്കുക, ഇപ്പം തന്നെ പോവാണ്ട് കുറച്ച് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്താക്കുക, കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഇക്കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അല്ല ഞാൻ മുണ്ടൂല കേട്ടോ, സത്യം ഞാൻ മുണ്ടൂല. എന്താക്കുക, ഇതൊന്ന് കമന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതുവരേക്കും ടാറ്റ. നന്നായി പഠിക്കുക. ടാറ്റ, ബൈ, സീ യു. നാളെ കാണാം. നാളെ വന്ന് ബാക്കി ഇവിടെയും പഠിക്കാം. All the best, guys. All the best. Wishing you all the best, guys. All the best.